അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിന്റെ ദാസി സിസ്റ്റർ ബിന്ദു മനോജാണ്. തന്റെ ജീവിതാനുഭവങ്ങൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടി വി പ്രേക്ഷകർക്ക് പങ്കുവയ്ക്കുന്നു. നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. ഈ സാക്ഷ്യം പ്രേക്ഷകർക്ക് അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നിങ്ങൾ കേട്ട ശേഷം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്കും പങ്കുകൊള്ളാവുന്നതാണ്. ഇതുവരെയും നിങ്ങൾ കേൾക്കാത്ത ധാരാളം സാക്ഷ്യങ്ങൾ ഒരുപക്ഷെങ്കിൽ ചാനലിൽ നിങ്ങൾ വിസിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ കാണുക, കേൾക്കുക, അതിലൂടെ അനുഗ്രഹം പ്രാപിക്കുക. ദൈവനാമം അതിലൂടെ മഹിമപ്പെടുവാൻ ഇടയായിത്തീരും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നാം എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ ബിന്ദു മനോജിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചു. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല സമയത്തിനായി ദൈവത്തെ നന്ദിയുള്ള ഹൃദയത്തോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് എന്റെ സാക്ഷ്യമായ ആരോമ ടി വിയിൽ കടന്നു വരുവാന് പാസ്റ്റർ ദാനിയേൽ പാസ്റ്റർ ഒരുക്കി തന്ന ആ സാവകാശത്തെ ഓർത്ത് ഞാൻ സ്തുതിക്കുകയാണ്. ദാനിയേൽ പാസ്റ്ററിനെയും ഫാമിലിയെയും ആ ടീമിനെയും ദൈവം അധികമായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പേര് ബിന്ദു മനോജ്. എൻ്റെ ഹസ്ബൻഡ്, ഞാൻ ദോഹയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇപ്പൊ ഞങ്ങൾ ദോഹയിലാണ് ഫാമിലി ആയിട്ട്. എൻ്റെ ഹസ്ബൻഡിന്റെ പേര് മനോജ് വർഗീസ് എന്നാണ്. ഇവിടെ ഓപ്പറേഷൻ മാനേജറായിട്ട് ദോഹയിൽ വർക്ക് ചെയ്യുന്നു. എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. മകള് മെബിയ മനോജ് MSc സൈക്കോളജിക്ക് പഠിക്കുന്നു. ക്ലിനിക്കൽ സൈക്കോളജിക്ക് ബാംഗ്ലൂര് കോളേജിലാണ് പഠിക്കുന്നത്. അതുപോലെ മോൻ മെബിൻ മനോജ് MES സ്കൂളിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇവിടെ എൻ്റെ ഫാമിലി ഇതാണ്. പിന്നെ ഞാനൊരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്നാണ് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് ഞാൻ കടന്നു വന്നത്. എൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ എനിക്ക് അച്ഛനും അമ്മയും, ഞങ്ങള് 3 മക്കളാണ്. എനിക്കൊരു സഹോദരിയും ഒരു സഹോദരനുമുണ്ട്. എല്ലാവരും കുടുംബമായി സന്തോഷത്തോട് സമാധാനത്തോടെ ആയിരിക്കുന്നു. എൻ്റെ മാതാവ് 2023 ഒക്ടോബർ 13 ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. എങ്കിലും കർത്താവിനെ അറിയുവാൻ ഞങ്ങൾക്ക് ദൈവം സഹായിച്ച വലിയ സ്നേഹത്തെ ഓർത്ത് ഞാൻ സ്തുതിക്കുന്നു. ഒരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഞാൻ കടന്നു വന്നു. എൻ്റെ ബാല്യകാലമൊക്കെയും അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ ജനിച്ചത് റാന്നി മണിമല എന്ന സ്ഥലത്താണ് എൻ്റെ ജന്മസ്ഥലം. എങ്കിൽ ഞാൻ പഠിച്ചതും വളർന്നതുമെല്ലാം വെച്ചൂച്ചിറ എന്ന് പറയുന്ന സ്ഥലത്താണ്. എൻ്റെ ബാല്യകാലം മുഴുവൻ ഞാൻ ചിലവഴിച്ചത് അവിടെ. എൻ്റെ അമ്മയുടെ വീടാണ്. അവിടെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമൊക്കെയും എൻ്റെ ബാല്യകാലത്തിലെ ഓർമ്മയെന്ന് പറഞ്ഞാൽ, എനിക്ക് കൂടുതലും എൻ്റെ ചുറ്റും എൻ്റെ കൂട്ടുകാരികളെല്ലാം വിശ്വാസികളായിരുന്നു, ബെന്തിക്കോസുകാരായിരുന്നു. ഞാൻ അമ്പലത്തിൽ പോകും എങ്കിലും അവരുടെ കൂടെയായിരുന്നു എൻ്റെ കൂട്ട് മുഴുവൻ. കുഞ്ഞിലെ കർത്താവിന്റെ ആ സ്നേഹം അവരിൽ നിന്നൊക്കെ അറിയുവാൻ എനിക്ക് കഴിഞ്ഞു. പക്ഷെ അതെന്തുവാണെന്നൊന്നും അറിയാൻ അന്ന് ആ ബാല്യത്തിൽ നമുക്ക് കഴിഞ്ഞില്ല. എനിക്ക് കഴിഞ്ഞില്ലെങ്കിലും അവര് പോകുന്ന വഴിയിലൂടെയൊക്കെയും അവർ ചർച്ചിൽ പോകുമ്പോൾ അവരുടെ കൂടെ എനിക്കും പള്ളിയിൽ പോകാനും സൺഡേ സ്കൂളിന് കടന്നു പോകാനും ഒക്കെ കർത്താവ് എനിക്ക് അവസരം തന്നു. ഞാനും അവര് വൈകിട്ട് വന്ന് പറയും, ബിന്ദു നീ സൺഡേ സ്കൂളിന് നാളെ വരണം. അന്നൊന്നും സ്വോത്ര കാഴ്ചയല്ല പള്ളിയിലിരുന്നത്. അരി ഇങ്ങനെ പൊതിഞ്ഞ് പിടിയരിയാണ് നമ്മൾ കൊണ്ടുപോയി ചർച്ചിൽ നമ്മൾ ഇടുന്നത്. ഞാൻ വൈകിട്ട് കിടക്കുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ വല്യമ്മയോട് പറയും, എനിക്ക് നാളെ പള്ളിയിൽ പോകണം അവരുടെ കൂടെ, എനിക്കും പിടിയരി കെട്ടിത്തരണമെന്ന് പറയുമ്പോൾ എൻ്റെ വല്യമ്മ പത്തായം തുറന്ന് അരി ഇങ്ങനെ കെട്ടി എനിക്ക് തരും രാവിലെ കൊണ്ടുപോകാൻ. ഞാനൊരു പുതിയ നിയമം ചുമന്ന ബൈബിളാന്നൊക്കെ സ്കൂളിൽ കിട്ടുന്ന ബൈബിളാ അത് മേടിച്ച് കൊണ്ടുവന്ന് അതും കൊണ്ട് ചർച്ചിൽ ഇവരുടെ കൂടെ പോകുന്ന ഓർമ്മകള് ഇന്ന് ഞാൻ ഓർക്കുകയാണ്. അതൊക്കെ എൻ്റെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായിരുന്നു. ഓരോ ദിവസവും അവരുടെ കൂടെ ഞാൻ ഇങ്ങനെ ആരാധനയ്ക്കും കാര്യങ്ങൾക്കും ഒക്കെ കടന്നു പോകുമായിരുന്നു. എങ്കിൽ കൂടുതലും ഞാൻ ആ ബാല്യകാലത്തിൽ കടന്നുപോയ ചർച്ച് ഷാരോൺ ഫെലോഷിപ്പ് മണ്ണിടിശാലയിലെ ചർച്ചിലാണ് ഞാൻ കൂടുതലും പോയിട്ടുള്ളത്. ആ സമയത്തൊക്കെ അവിടെ ഈ വൈപ്പിയും കാര്യങ്ങളും ഒക്കെ വെക്കുമ്പോൾ ഇതെന്തുവാന്നൊന്നും നമുക്കറിയത്തില്ല. ഞാൻ ഇവരുടെ കൂടെ പോകുന്നു, കൈയടിക്കുന്നു, ആരാധിക്കുന്നു. ഈ ദൈവം ആരാണ്, ഈ ദൈവത്തിന്റെ പ്രത്യേകത എന്താണ്, അങ്ങനെയുള്ള ഒരു കാര്യം എൻ്റെ ബാല്യത്തിൽ അറിയത്തില്ല. അവര് പോന്നു, ഞാനും അവരുടെ കൂടെ സന്തോഷിച്ച് ഞാനും പോന്നു, കളിച്ച് ചിരിച്ച്. എങ്കിൽ ഒരു ദിവസം ഞാൻ 6ലോ 7ലോ അങ്ങാണ്ട് പഠിക്കുമ്പോൾ അവിടെ വൈപ്പിയുടെ ഒരു ടാലന്റ് ടെസ്റ്റ് നടന്നപ്പം അവിടുത്തെ ദേവദാസൻ എന്നോട് പറഞ്ഞു, മോൾ ഒരു പാട്ട് പാടണമെന്ന്.
പക്ഷേ എനിക്ക് പാട്ടൊന്നും പാടാൻ അറിയത്തില്ല. എന്നത്തെ ഞങ്ങൾ അങ്ങനെയുള്ള രീതിയിലൊന്നും വളർന്നു വന്നവരല്ല. പാസ്റ്റർ പറഞ്ഞു പാട്ട് പാടാൻ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുന്ന പാടിയതാണ് ക്രൂശിൽ നിന്നും പാഞ്ഞൊഴുകിയിടുന്നു. അതിന്റെ അർത്ഥമൊന്നും എനിക്കറിയത്തില്ല. എങ്കിലും പാടുവാൻ ഒരു കൃപ തന്നു. എങ്കിലും സൺഡേയിലെല്ലാം ഞാൻ ഇവരുടെ കൂടെ സൺഡേ സ്കൂളിന് പോകും. ഞാൻ ആരാധന കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരും. എന്നിട്ട് ഞാൻ വൈകിട്ട് എൻ്റെ അമ്മാവിയുടെ കൂടെ ഞാന് ദീപാരാധന തൊഴാൻ ഞാൻ അമ്പലത്തിൽ പോയി. എങ്കിലും ആ വിഗ്രഹത്തിന് മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ ഞാൻ ഒരിക്കലും ആ വിഗ്രഹത്തിന്റെ പേര് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. അവിടെ ഞാൻ യേശുവിന്റെ പേരാണ് എന്നുവെച്ചാൽ രാവിലെ പോയി അനുഭവിക്കുന്ന ആ സന്തോഷം മനസ്സിലുള്ളത് കൊണ്ടാണ് അവിടെയും ചെന്ന് അങ്ങനെ തന്നെ പറയുവാൻ ഒരു കൃപ ദൈവം തരുന്നത്. എങ്കിൽ അതൊന്നും അറിയത്തില്ല. ബാല്യകാലം അങ്ങനെയൊക്കെ അങ്ങ് കഴിഞ്ഞുപോയി. അവിടെ വെച്ചുച്ചിറ ഞാൻ 12ാം ക്ലാസ് വരെ ഞാൻ വെച്ചുച്ചിറയിലാണ് പഠിച്ചത്. ഈ കൂട്ടുകാരൊക്കെ എനിക്ക് വളരെ പ്രിയപ്പെട്ടവരായിരുന്നു. എങ്കിൽ പല കൺവെൻഷനുകൾ ഏറ്റവും കൂടുതൽ കടന്നു പോയിട്ടുള്ള ചർച്ച് ഓഫ് ഗോഡ് വെച്ചുച്ചിറയിലാണ്. അവിടെയൊക്കെ അന്ന് കൂടുതൽ പ്രസംഗിക്കാൻ വരുന്നത് ആശേരി ഉപദേശിയായിരുന്നു. ആ ദൈവദാസന്റെ പ്രസംഗങ്ങളൊക്കെ ഞങ്ങൾ കേൾക്കും. 5 ദിവസമൊക്കെയുള്ള കൺവെൻഷന് പോകും. 5 ദിവസവും രക്ഷിക്കപ്പെടുന്നവർ മുന്നോട്ട് വരാൻ പോകുമ്പോൾ 5 ദിവസവും രക്ഷിക്കപ്പെട്ടവരുടെ ലൈനിൽ പോയി നിന്ന് തലേ കൈ തൊട്ട് പ്രാർത്ഥിക്കും. അന്നൊന്നും അറിയത്തില്ല ഈ രക്ഷ എന്തുവാണ്, ഈ ദൈവം ആരാണ് എന്നൊന്നും അറിയത്തില്ല. പള്ളിയിലും പോവും, അമ്പലത്തിലും പോവും. ആ സമയത്തൊക്കെ മാതാവ് വിശ്വാസത്തിലായിരുന്നു. അന്നേരം അമ്മയുടെ വീട്ടിൽ മകളെ കാണാനായിട്ട് വരുന്ന മാതാവ് വരുന്നുണ്ടെ ഞാൻ അമ്മയോട് പറയും, ഞാൻ ഇന്ന് പള്ളിയിൽ പോയി രാവിലെ, വൈകിട്ട് ഞാൻ അമ്പലത്തിലും പോയി. അന്ന് എൻ്റെ മാതാവ് എന്നോട് പറയും, മോനെ നീ ഒരു കാര്യം അറിയണം, ദൈവത്തെയും മാമോനെയും സേവിക്കാൻ നമുക്ക് അവകാശമില്ല. ജീവനുള്ള ദൈവത്തെ മാത്രം സേവിക്കാനേ അവകാശമുള്ളൂ. അന്നൊന്നും അറിയത്തില്ല ഈ ദൈവം എന്തുവാ മാമോൻ എന്തുവാ. പിന്നെ ആ പ്രക്രിയ തന്നെ ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ എൻ്റെ ബാല്യകാലമെല്ലാം അവിടെ തീർന്നു. പ്രീ ഡിഗ്രി കഴിഞ്ഞു. എൻ്റെ കുഞ്ഞുനാൾ മുതലേ എൻ്റെ മാതാപിതാക്കളുടെ ആഗ്രഹമായിരുന്നു എന്നെ ഒരു നേഴ്സ് ആക്കണം, നേഴ്സ് ആക്കണം. 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എൻ്റെ മാതാവിന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു എൻ്റെ മൂത്ത മോളെ എങ്ങനെയെങ്കിലും നേഴ്സിംഗ് പഠിപ്പിച്ച് അവളെ ഒരു നേഴ്സ് ആക്കണമെന്ന്. അതിന് ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞു. എനിക്ക് നേഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടി. ഞാൻ നേഴ്സിംഗ് പഠിക്കാനായിട്ട് എൻ്റെ ഭവനത്തിൽ ഞാൻ തിരിച്ചു വന്നു. നീണ്ട വർഷങ്ങൾ എന്നെ 1 വയസ്സിൽ എൻ്റെ വല്യമ്മച്ചി കൊണ്ടുപോയതാണ് വെച്ചുച്ചിറയിൽ എന്നെ വളർത്താൻ. അവിടുന്ന് ഞാൻ വളർന്നു വലുതായി. 12ാം ക്ലാസ് കഴിഞ്ഞു. അവിടുന്ന് തന്നെ ഞാൻ എൻ്റെ ഭവനത്തിൽ കടന്നു വരികയാണ്. ഞാൻ നേഴ്സിംഗ് പഠിക്കാനായിട്ട്. ഞാൻ മല്ലപ്പള്ളി മാത്തൻ ആശുപത്രിയിലാണ് ഞാൻ നേഴ്സിംഗ് പഠിച്ചത്. അവിടെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഞാനൊരു ഒരു ഹിന്ദുവായിട്ട് തന്നെയാണ് ഞാൻ അന്നും എല്ലായിടത്തും ഞാൻ കടന്നു പോകുന്നത്. മാലയും കമ്മലും പൊട്ടും പൂവൊക്കെ ചൂടി അങ്ങനെ തന്നെയാണ് കടന്നു പോകുന്നത്. മാതാവ് വിശ്വാസ ജീവിതമാണ് നയിക്കുന്നെങ്കിലും മാതാവിന്റെ കൂടെ ആരും പോകാറില്ലായിരുന്നു. മാതാവ് ഒറ്റയ്ക്കാണ് വിശ്വാസ ജീവിതത്തിൽ കടന്നു പോകുന്നതും പള്ളിയിൽ പോകുന്നതും എല്ലാം. ഞങ്ങളെ എല്ലാം വിളിക്കും. ഈ അറിഞ്ഞ സത്യത്തിലോട്ട് കടന്നു വരാൻ ഞങ്ങളെ എല്ലാം വിളിക്കും. എങ്കിലും ഞങ്ങൾ ആരും പോകാറില്ലായിരുന്നു. അങ്ങനെ ആ ബാല്യകാലം നീണ്ട ആ ജീവിതം ഇങ്ങനെ ആ ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ ഇങ്ങനെ തുടർന്നു. പക്ഷെ മാതാവിന്റെ പാട്ടും പ്രാർത്ഥനയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ ഭവനത്തിൽ ഇങ്ങനെ അലയടിച്ചുകൊണ്ടേയിരുന്നു. അതൊക്കെ ഞങ്ങൾക്ക് വളരെ ആശ്വാസവും വിടുതലുമായിരുന്നു അന്ന്. പക്ഷെ എൻ്റെ പിതാവ് വളരെ മദ്യപാനിയായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനം എന്ന് പറയുന്ന ഒന്നുമില്ലായിരുന്നു. മദ്യപിച്ച് വന്ന പിതാവ് മാതാവിനെ ഒത്തിരി ഉപദ്രവിക്കുന്ന ഒരു പിതാവായിരുന്നു. എങ്കിൽ ആ സമയത്തൊക്കെ സമാധാനം എന്തെന്നറിയാൻ കൊതിച്ചിട്ടുള്ള കാലങ്ങൾ, സന്തോഷം എന്തെന്നറിയാൻ കൊതിച്ചിട്ടുള്ള കാലങ്ങൾ. അപ്പോഴും ഈ നല്ല ദൈവത്തെ അറിയാൻ ഒരു മനസ്സോ ഒരു മനസ്ഥിതിയോ കാണിച്ചിട്ടില്ല. മാതാവിനെ ഉപദ്രവിക്കുമ്പോഴൊക്കെ മാതാവിനെ ഉപദ്രവിക്കാൻ വേണ്ടി ഞങ്ങളൊക്കെ കൂട്ടു നിൽക്കും. എന്നാന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ നമുക്ക് കമ്മലും മാലയും ഊരിയതാണ് നമ്മുടെ ഏറ്റവും വലിയ വിഷയം. ജീവനുള്ള ദൈവത്തെ അറിഞ്ഞതല്ല നമ്മുടെ വിഷയം. കമ്മലും മാലയും ഊരിയതാണ് നമ്മുടെ ജീവിതത്തിലെ വിഷയം. അങ്ങനെ ജീവിതം മുന്നോട്ട് പോയി ഞാൻ നേഴ്സിംഗ് കഴിഞ്ഞു. നേഴ്സിംഗ് കഴിഞ്ഞ് ഞാൻ എനിക്ക് ഡൽഹിയുടെ പട്ടണത്തിലേക്ക് കടന്നു വരുവാൻ എനിക്കൊരു അവസരം ദൈവം ഒരുക്കി. ഞാൻ ഡൽഹിയുടെ പട്ടണത്തിലേക്ക് കടന്നു വന്നു. അതെന്റെ ജീവിതത്തിന്റെ വലിയൊരു വഴിത്തിരിവായിരുന്നു. ഡൽഹിയുടെ പട്ടണത്തിൽ ഞാൻ കടന്നു വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ ദൈവദാസൻ അന്നേരം ഇടയ്ക്കൊക്കെ അമ്മയുടെ കൂടെ ഞങ്ങൾ പള്ളിയിൽ പോകും, പ്രാർത്ഥിക്കും. സൺഡേ സ്കൂളിനൊക്കെ ഇടയ്ക്കൊക്കെ പോകും. അമ്മ ഒത്തിരി നിർബന്ധിക്കുമ്പോൾ ഒന്ന് പോകാം. അവിടെ എല്ലാവരും ആഫറിന് ഒന്നും വിടാതെ വന്നിരിക്കുമ്പോൾ ഞങ്ങൾ ആഫറിന് വിട്ടുകൊണ്ട് ചെന്നിരിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ലജ്ജയാണ്. ദൈവമേ ആരും വിടുന്നില്ലല്ലോ, നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ആ സ്ഥിതിയിൽ ഞങ്ങൾക്ക് പോകാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു എനിക്ക്. അങ്ങനെ മാതാവ് ഇടയ്ക്കൊക്കെ വിളിക്കും. അന്നേരം ഞാൻ ഇങ്ങനെ 10ാം ക്ലാസ് ഞാൻ പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ദൈവത്തോട് ഞാൻ തന്നെ പറഞ്ഞു, ഞാൻ 10ാം ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് പാസ്സാകുവാണെങ്കിൽ ഞാൻ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് അമ്മയുടെ വിശ്വാസത്തിൽ മുന്നേറുക. അത് അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞു. എൻ്റെ കർത്താവ് എന്നെ പാസ്സാക്കി. എന്നിട്ട് ഞാൻ വിശ്വാസ ജീവിതത്തിൽ ഞാൻ കടന്നു വന്നില്ല.
കോളേജ് ജീവിതത്തിലൊക്കെ, നേഴ്സിംഗ് കോളേജ് ജീവിതത്തിലൊക്കെ പിന്നെ ഒരു ഹിന്ദുവായിട്ട് തന്നെ കടന്നുപോയി. ദൈവം ആരാണെന്നറിയാത്ത കാലങ്ങളിൽ അങ്ങനെ തന്നെ നടന്നു. പാപം എന്തെന്നറിയത്തില്ല. പാപത്തിനുള്ള പരിഹാരം എന്തെന്നറിയത്തില്ല. അതെല്ലാം മാതാവ് പറഞ്ഞു തരുന്നുണ്ട്. പക്ഷെ കേൾക്കുവാൻ ഒരു മനസ്ഥിതി അന്നില്ലായിരുന്നു. അന്ന് പിശാചിന്റെ കയ്യിലാണ് അന്ന് ജീവിക്കുന്നത്. അവന്റെ വഴിയിലൂടാണ് നടക്കുന്നത്. അന്നൊക്കെ ആ സത്യം ഒന്ന് കൈക്കൊള്ളുവാൻ ഒരു മനസ്സില്ല. എന്തോ ഒരു വാശിയാണ്. ഈ വിപത്തിലോട്ട് പോകണ്ട, അതിന്റെ ആവശ്യമില്ല, ഇത് തെറ്റായ മാർഗമാണ് എന്നൊക്കെയുള്ള ഒരു വാശിയിലാണ് അന്നുള്ള ജീവിതം. അങ്ങനെ ഡൽഹിയുടെ പട്ടണത്തിലേക്ക് പോകാൻ നേരത്ത് ഞങ്ങളുടെ ദൈവദാസൻ എനിക്ക് വേണ്ടി അന്ന് ഞങ്ങളുടെ സഭയിൽ ഇരിക്കുന്ന പാസ്റ്റർ കൊച്ചു സാറാണ്. സാറ് വന്ന് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മാതാവിനോട് ഇങ്ങനെ പറഞ്ഞു, മോളെ നമുക്ക് സ്നാനപ്പെടുത്തി വിടാം. അന്നേരം എൻ്റെ അമ്മ പറഞ്ഞു, പാസ്റ്ററെ, മാനസാന്തരമില്ലാത്തൊരു സ്നാനമില്ല. അവര് മാനസാന്തരപ്പെട്ടിട്ടില്ല. അവർക്ക് നമ്മൾ എങ്ങനെയാണ് ഒരു സ്നാനം കൊടുക്കുന്നത്? ഞാൻ അങ്ങനെ തന്നെ ഞാൻ ഡൽഹിയുടെ പട്ടണത്തിലേക്ക് പോയി. എങ്കിൽ എൻ്റെ മാതാവ് ഞാൻ പോകുമ്പോൾ എനിക്കൊരു ബൈബിള് തന്നാണ് വിടുന്നത്. എൻ്റെ കയ്യിൽ ഒരു ബൈബിള് തന്നു. ആ ബൈബിള് തന്നിട്ട് എൻ്റെ മാതാവ് എന്നോട് ഇങ്ങനെ പറഞ്ഞു, കുഞ്ഞേ, നിന്റെ വഴികളിലെല്ലാം ഈ വചനം നിനക്ക് വളരെ സഹായിയായിരിക്കും. ഞാൻ വളരെ സന്തോഷത്തോടെ അത് വാങ്ങിച്ചു. എന്നുവെച്ചാൽ പോവല്ലേ, ജോലിക്കായിട്ട് കടന്നു പോവാ. അതിന്റെ പെട്ടിയിൽ ഞാൻ വെച്ചു. ഞാൻ ഡൽഹിയുടെ പ്രദേശത്ത് ചെന്നു. അവിടെ ഞാൻ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ജീവിതത്തിൽ ഒരു ഒറ്റപ്പെട്ട, അവിടെ മാതാപിതാക്കളില്ല, സഹോദരങ്ങളില്ല, അറിയുന്നവരാരുമില്ല. അവിടെ ജോലി വേണം. അവിടെ ഞാനൊരു 2 സഹോദരിമാരുടെ കൂടെയാണ് ഞാൻ ജീവിക്കുന്നത്. അവര് ഹിന്ദി മാത്രമേ സംസാരിക്കത്തുള്ളൂ. മലയാളികളാണ്. എനിക്ക് ഹിന്ദിയാണ് ഒട്ടുമേ അറിയത്തില്ല. വളരെ ഭാരപ്പെടുന്ന ഒരു ഒരു അന്തരീക്ഷത്തിലായിരുന്നു കുറച്ച് നാളുകൾ ജീവിക്കേണ്ട വന്നത്. അപ്പോൾ അവിടെ ഒരു ബലം തരുവാന് ഈ വചനം മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ ഞാൻ ബൈബിൾ എൻ്റെ കയ്യിലെടുത്തു. ബൈബിൾ വായിക്കുവാൻ ഞാൻ ആരംഭിച്ചു. ബൈബിൾ വായിക്കും തോറും എനിക്ക് വചനത്തിൽ ആർത്തിയേറി. ഈ വചനം എന്നോട് സംസാരിക്കുന്നു. അങ്ങനെ ഞാൻ ഡൽഹിയുടെ പട്ടണത്തിൽ ചെന്നു. ഞാൻ ഡൽഹിക്ക് കടന്നു പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ ദൈവദാസൻ വന്ന് എനിക്ക് ഡൽഹിയിലുള്ള ഒരു ചർച്ചിന്റെ അഡ്രസ്സും ഒരു ദൈവദാസന്റെ കാര്യവും എല്ലാം പറഞ്ഞ് എന്നെ മനസ്സിലാക്കി തരുവാൻ ഇടയായി. അതെല്ലാം ഞാൻ ഒരു ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആദ്യം എനിക്കൊരു ക്ലിനിക്കിലാണ് ജോലി കിട്ടിയത്. ആ ക്ലിനിക്കിൽ ഞാൻ ഇങ്ങനെ ജോലിക്ക് കടന്നു പോകുമ്പോൾ ഞാൻ എപ്പോഴും അന്ന് ദൈവമായിട്ട് ഞാൻ വളരെ അടുത്തു. ഞാൻ രക്ഷിക്കപ്പെട്ടില്ല, ഞാൻ സ്നാനപ്പെട്ടില്ല, ദൈവം ആരാന്നറിയത്തില്ല. പക്ഷെ എനിക്ക് വചനം മാത്രമേ ഉള്ളൂ. ഈ വചനം വായിക്കും തോറും എൻ്റെ എൻ്റെ അന്തരംഗത്തില് ഈ വചനം എന്നോട് ക്രിയ ചെയ്യാൻ തുടങ്ങി. ജീവനുള്ള ഒരു ദൈവമുണ്ട്. എൻ്റെ മാതാവ് വിളിക്കുന്ന ദൈവം ജീവനുള്ള ഒരു ദൈവമാണെന്ന് അറിയുവാൻ എനിക്ക് കഴിയുവാൻ ഇടയായി. അപ്പോഴൊക്കെ എൻ്റെ വഴിയിലൂടെ ഞാൻ കടന്നു പോകുന്ന സ്ഥാനങ്ങളിലൊക്കെ ഞാൻ ഓർക്കും, ഈ ദൈവത്തെ എന്തുകൊണ്ട് നേരത്തെ അറിയുവാൻ കഴിഞ്ഞില്ല? ഇത്രയും സ്നേഹമുള്ള ഒരു ദൈവത്തെ അത് കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് വളരെ മാനസികമായിട്ടുള്ള വളരെ ഭാരം എനിക്ക് തോന്നുവാൻ ഇടയായി. എന്തെന്നാൽ എനിക്ക് ആരാധനയ്ക്ക് കടന്നു പോകണം. എവിടെയാണ് ആരാധനയ്ക്ക് കടന്നു പോകുന്നത്? അങ്ങനെയുള്ള ഒരു വഴിയുമില്ല എൻ്റെ ജീവിതത്തിന് മുന്നിൽ. അങ്ങനെ ഞാൻ ആ ക്ലിനിക്കിൽ ഇരുന്ന് ഞാൻ സന്ധ്യയുടെ OPDയുടെ ടൈമിൽ ഞാൻ ഇരുന്ന് അവിടെ ഇരുന്ന് ഞാൻ പ്രാർത്ഥിക്കുക, ദൈവമേ, എവിടെയെങ്കിലും എനിക്ക് ഒരു ആരാധനയ്ക്ക് കടന്നു പോകാൻ ഒരു വഴി എനിക്ക് ദൈവം തുറക്കണേ എന്ന്. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ മുകളിൽ നിന്നൊരു മലയാളം പാട്ട് കേൾക്കാൻ ഇടയായി. ഞങ്ങള് ബേസ്മെന്റിലാണ് ഞങ്ങളുടെ ക്ലിനിക്ക്. ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് ഒരു പാട്ട് കേൾക്കുക, ദൈവ കൃപയിൽ ഞാൻ ആശ്രയിച്ചു. പെട്ടെന്ന് എൻ്റെ കണ്ണ് തുറന്നു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുക. അന്ന് പേഷ്യന്റ് ഇല്ല. ഞാൻ എൻ്റെ കൗണ്ടറിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് കണ്ണ് തുറന്നു. ദൈവമേ, ദൈവമേ, ദൈവാലയത്തിൽ നിന്ന് വരുന്ന പാട്ടാണല്ലോ. ഇത് എവിടുന്നാ ഇത് വരുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അന്നേരം ഈ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നാണ് ആ പാട്ട് വരുന്നത്. ആ പാട്ടിന്റെ ശബ്ദം കേൾക്കുന്നത്. ഞാൻ അവിടുന്ന് സമാധാനത്തോട് ഞാൻ കടന്നുപോയി. അന്ന് രാത്രിയിൽ ഞാൻ ഓർത്തു, രാവിലെ ചെന്നിട്ട് ആ ഭവനത്തിൽ കയറി ഒന്ന് ചോദിക്കണം ഇതെവിടെയാണ്. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ചെന്നപ്പം ആ ഗേറ്റിന്റെ മുന്നിൽ അവിടെ ഒരാള് നിൽപ്പുണ്ടായിരുന്നു. ഞാൻ ഓടി ചെന്നിട്ട് ഞാൻ ചോദിച്ചു, ഇത് ചർച്ചാണോ? ഇന്നലെ ഇവിടുന്ന് പാട്ട് കേൾക്കുന്നു. അന്നേരം അവര് പറഞ്ഞു, ഞങ്ങളുടെ ചർച്ച് ഗ്രീൻ പാർക്കിലാണ്. ഞങ്ങളുടെ ചർച്ച് പൊളിച്ചിട്ടേക്കുവാണ്. ഞങ്ങൾ ഇവിടെ കുറച്ച് ദിവസത്തേക്കിന് വാടകയ്ക്ക് വന്നതാണ്. ഞാൻ ആ ബ്രദറിനോട് ചോദിച്ചു, ഈ അഡ്രസ്സ് അറിയാമോ? അന്നേരം ആ ബ്രദർ പറഞ്ഞു, ഈ അഡ്രസ്സ് തന്നെയാണ് സിസ്റ്ററെ ഈ ചർച്ച്. ഈ ചർച്ച് ഗ്രീൻ പാർക്കിൽ നിന്ന് ഞങ്ങൾ ഇങ്ങോട്ട് മാറ്റിയത്. ഓ, എനിക്ക് വന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യാത്തത്. പിന്നെ എൻ്റെ വിശ്വാസത്തിന്റെ അളവ് കൂടുവാൻ ഇടയായി. ഞാൻ ദൈവത്തോട് അന്നൊക്കെ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയത്തിനും അന്നേരം കർത്താവ് എനിക്ക് മറുപടി തരും. എന്നു വെച്ചാൽ ആശ്രയിപ്പാൻ എനിക്ക് ദൈവം മാത്രമേ ഉള്ളൂ. എൻ്റെ കർത്താവ് മാത്രമേ ഉള്ളൂ ആ സമയത്ത് എനിക്കൊരു ആശ്രയം. ഞാൻ എന്തു ചോദിച്ചാലും, ഭക്ഷണമില്ലാതെ പട്ടിണി കിടന്ന ദിവസം, ഒരു വസ്ത്രത്തിന് വേണ്ടി കരഞ്ഞ സമയം, നാട്ടിൽ നിന്ന് കൊണ്ടുപോയ ചെരുപ്പ് പൊട്ടി എനിക്ക് ഇട്ടുകൊണ്ട് നടക്കാൻ ചെരുപ്പില്ല. ആ സമയങ്ങളിലൊക്കെ കർത്താവ് എനിക്ക് വേണ്ടി ആ സമയങ്ങളിൽ പ്രവർത്തിച്ച അത്ഭുതങ്ങളെ ഓർത്താൽ അതൊക്കെ കേൾക്കുമ്പോൾ ഒരു നിസ്സാരമെങ്കിലും ആ സമയത്തെ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ അത് വിശ്വാസത്തിന്റെ വർധനവയ്ക്ക് എനിക്കിടയായി. ഞാൻ കർത്താവിൽ കൂടുതലായി വിശ്വസിച്ചു. ഡൽഹിയുടെ പട്ടണത്തിൽ ചെന്ന് ഞാൻ 6-ാമത്തെ മാസം ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു. അവിടുന്ന് ഞാൻ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ
3 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടുന്ന് ഒരു ഷിഫ്റ്റ് കിട്ടി. വേറൊരു ക്ലിനിക്കിൽ ഞാൻ പോയി. അന്ന് എനിക്ക് ആ ഹോസ്പിറ്റലിൽ 500 രൂപയുള്ളൂ എനിക്ക് സാലറി. 96, 97. അവിടുന്ന് എനിക്കൊരു ക്ലിനിക്കിലോട്ട് മാറ്റം കിട്ടി. 1000 രൂപ സാലറിക്ക്. ഞാൻ അവിടെ പോയി. അവിടെ അന്നേരം ക്ലിനിക്കിനകത്ത് തന്നെ അക്കോമഡേഷനും ഉണ്ട്. അവിടെ ജോലിയും ചെയ്യും. ഇവിടെ എൻ്റെ വീട്ടിൽ നിന്നായിരുന്നു പൈസ വരുന്ന വാടകയൊക്കെ കൊടുക്കാൻ. എങ്കിലും ശ്രേഷ്ഠമായിട്ട് ദൈവം നടത്തി. ആ ക്ലിനിക്കിൽ ഞാൻ ചെന്നു. അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു കത്തോലിക്ക ഒരു സഹോദരിയാണ് ഞങ്ങളുടെ സീനിയറായിട്ട് വർക്ക് ചെയ്യുന്നത്. അവർക്ക് എൻ്റെ മാതാവിൻ്റെ അത്രയും പ്രായമുണ്ട്. ഞാൻ അവരെ ആന്റിയമ്മ എന്നായിരുന്നു വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു, ആന്റിയമ്മ എനിക്ക് ചർച്ചിൽ കടന്നു പോകണം ആരാധനയ്ക്ക്. എനിക്ക് എനിക്ക് ആരെയും ഒന്ന് പരിചയപ്പെടുത്തി തരാമോ എന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് ഒരു സഹോദരിക്ക് ഫോൺ ചെയ്തു. ആ സഹോദരി കടന്നു വന്നു. ഇങ്ങനെ പരിചയപ്പെട്ടു. അന്നേരം വെച്ചുച്ചിറയില് എൻ്റെ അമ്മയുടെ അടുത്തുള്ള ഒരു സഹോദരിയായിരുന്നു. അവരെന്നെ കൂട്ടി ആ ഞായറാഴ്ച സാക്കേത് ചർച്ച് ഓഫ് ഗോഡിൽ കൊണ്ടുപോകാൻ ഇടയായി. അവിടെ ഞാൻ ചെന്നു. 3 മാസം കഴിഞ്ഞു. അവിടെ ഒരു ഉപവാസ പ്രാർത്ഥനയുടെ നടുവില് ഞാൻ രക്ഷിക്കപ്പെടുവാനും ആ ഉപവാസ പ്രാർത്ഥനയിൽ 3-4 പേരുണ്ടായിരുന്നു സ്നാനപ്പെടുവാൻ. അവരുടെ കൂടെ ഞാൻ സ്നാനപ്പെടുവാനും ഇടയായി. ഞാൻ ആ സമയങ്ങളിൽ എൻ്റെ മാതാവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ സ്നാനപ്പെടാൻ പോവുകയാണ്. എൻ്റെ മാതാവിന് വിശ്വസിക്കാൻ കഴിയത്തില്ലായിരുന്നു. എൻ്റെ മാതാവ് വിശ്വാസ ജീവിതത്തിലേക്ക് ഇറങ്ങിയ സമയത്ത് വളരെ ഉപദ്രവങ്ങൾ സഹിച്ചായിരുന്നു എൻ്റെ മാതാവ് വിശ്വാസ ജീവിതത്തിൽ നിന്നത്. എൻ്റെ പിതാവ് വിശ്വാസ ജീവിതത്തിൽ എൻ്റെ മാതാവ് ഇറങ്ങിയപ്പോൾ വളരെ മദ്യപാനിയായിരുന്നു. ഞങ്ങളുടെ ഭവനത്തിൽ എൻ്റെ മാതാവിനെ പ്രാർത്ഥിക്കാൻ സമ്മതിക്കത്തില്ലായിരുന്നു. ഞങ്ങൾക്ക് പശുവായിരുന്നു. അന്നേരം ഇതുങ്ങൾക്ക് പുല്ലിങ്ങനെ ഇട്ടിരിക്കുന്ന സമയത്ത് രാത്രിയിൽ കാടി കൊടുക്കാൻ പോകുന്ന സമയം മാതാവ് ഈ പുല്ല് വരിഞ്ഞിട്ട് 3 വർഷക്കാലം ആ പുല്ലിന്റെ മുകളിൽ മുട്ടുമടക്കി മാതാവ് പ്രാർത്ഥിച്ചു. ആ സമയങ്ങളൊന്നും പിന്മാറി പോകാതെ, ദൈവത്തോട് പിറുപിറുക്കാതെ, കഷ്ടങ്ങളുടെയും ഭാരങ്ങളുടെയും ഉപദ്രവങ്ങളുടെയും ഒക്കെ നടുവില് മാതാവ് പിടിച്ചു നിന്നു. പൗലോസ് പറയുന്നത് പോലെ നഗ്നതയോ പട്ടിണിയോ ഉപദ്രവമോ കഷ്ടതയോ ഒന്നും യേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ പിന്മാറ്റുവാൻ കഴിയത്തില്ലെന്ന് പറയുന്നത് പോലെ ആ സ്നേഹം മാതാവിന്റെ ഉള്ളിൽ വളരെ അലഞ്ചലമായി മാതാവ് കർത്താവിനെ സ്നേഹിക്കുവാൻ തുടങ്ങി. വളരെ ഉപദ്രവം, സഭാരാധനയ്ക്കൊക്കെ കടന്നു വരുമ്പോൾ വളരെ ഉപദ്രവം ഏൽക്കേണ്ട സമയങ്ങൾ പലപ്പോഴും മാതാവിന് കടന്നു വന്നിട്ടുണ്ട്. എങ്കിലും ഒരു ദിവസം പോലും മാതാവ് കർത്താവിനെ തള്ളിപ്പറയുകയോ പിറുപിറുക്കുകയോ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ആ സമയങ്ങളിലൊക്കെ ആ സമയങ്ങളിൽ അവിശ്വാസിയായിരുന്ന സമയങ്ങളിൽ ഞാൻ എൻ്റെ മാതാവിനോട് ചോദിച്ചിട്ടുണ്ട്, എന്തിനാ ഇത്രയും ഉപദ്രവം സഹിക്കുന്നത്? ഈ യേശുവിനെ തള്ളി പറഞ്ഞുകൂടെ? എന്തിനാ ഈ അടിയെല്ലാം ഇങ്ങനെ ഏൽക്കുന്നത്? അപ്പോഴൊക്കെ പറയും, എത്ര തല്ലിയാലും എന്നെ കൊന്നു കളഞ്ഞാലും എൻ്റെ കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് ഞാൻ ഒരിക്കലും എൻ്റെ കർത്താവിനെ തള്ളിക്കളയത്തില്ലെന്ന്. പിതാവ് 2 വട്ടം പശുവിന് തീറ്റിച്ചെത്തുന്ന കത്തി കൊണ്ട് 2 വട്ടം എൻ്റെ മാതാവിന്റെ കഴുത്ത് അറത്തു. എന്നിട്ടും പറഞ്ഞു, കഴുത്ത് അറുത്തു മാറ്റിക്കോ, എന്നാലും കർത്താവിന്റെ സ്നേഹത്തിൽ. എന്നിട്ടൊക്കെ ഞാൻ ഓർക്കും, ഈ മാതാവിന് എന്താ തലയ്ക്ക് എന്തേലും പ്രോബ്ലം ഉണ്ടോ? ഇത്രയും ഉപദ്രവം സഹിച്ചിട്ട് ഈ ദൈവത്തെ എന്തിനിങ്ങനെ ആരാധിക്കുന്നു, എന്തിനിങ്ങനെ സ്തുതിക്കാൻ പോകുന്നു? ആരാധന കഴിഞ്ഞു വന്ന വഴക്ക്, സമാധാനമില്ല, സന്തോഷം. എങ്കില് മാതാവിന്റെ ജീവിതത്തിനുള്ളിൽ സമാധാനവും സന്തോഷവും നിറഞ്ഞ അവസരമാണ്. ഇത് ഞങ്ങൾക്കറിയാൻ പറ്റിയിട്ടില്ല. പക്ഷെ മാതാവ് എപ്പോഴും അറിയുന്ന ഒരു കാര്യമായിരുന്നു. ഭാഗികമായി അവരുടെ ശരീരത്തിൽ ഉപദ്രവങ്ങൾ സഹിക്കുന്നുണ്ടെങ്കിലും അവർ അന്തരംഗത്തിലെ മനുഷ്യൻ ഓരോ ദിവസം ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു. ആ ഉപദ്രവിക്കുന്ന സമയമൊക്കെയും പിതാവിന്റെ കൂടെ ഞാൻ നിന്ന് മാതാവിനെ ഉപദ്രവിക്കുവാൻ വേണ്ടി ഞാൻ കൈ കൊടുത്തിട്ടുള്ള വ്യക്തി. അന്നേരം എൻ്റെ മാതാവ് പറയും, എൻ്റെ 2 മക്കളെ എൻ്റെ പ്രിയപ്പെട്ടവനെയും കർത്താവ് തൊട്ടാൽ എൻ്റെ മൂത്ത മകൾ ഒരിക്കലും ദൈവസന്നിധാനത്തിൽ കടന്നു വരത്തില്ല. എങ്കിൽ ആ ദൈവം എന്നെയാണ് ആദ്യം ആ ഭവനത്തിൽ തൊടുവാൻ ഇടയായത്. അതെന്റെ ജീവിതത്തിന്റെ വലിയൊരു വഴിത്തിരിവായി. ഞാൻ മാതാവിനോട് പറഞ്ഞു, ഞാൻ സ്നാനപ്പെടുവാൻ പോവാ. മാതാവ് പറഞ്ഞു, സ്നാനപ്പെടുന്നത് കുഞ്ഞു കളിയല്ല. ദൈവസന്നിധാനത്തിൽ കടന്നു വന്നാൽ മരിക്കുന്നിടം വരെയും ദൈവസന്നിധാനത്തിൽ വിശ്വസ്തയോട് നീ നിൽക്കണം. ഒരു നാളും പിന്മാറി പോകല്ല. ക്രിസ്തീയ ജീവിതം അത് സമ്പത്തിന്റെ ജീവിതമല്ല. ക്രിസ്തീയ ജീവിതം അത് സൗഭാഗ്യത്തിന്റെ ജീവിതമല്ല. നിനക്ക് കഷ്ടതകളും പട്ടിണികളും ദുരിതങ്ങളും നിന്റെ ജീവിതത്തിൽ ഏറി വരും. അവിടൊക്കെ നീ പിടിച്ചു നിൽക്കണം. നീ പിന്മാറി പോകരുത്. ഞാൻ പറഞ്ഞു, ഒരിക്കലും ഞാൻ പിന്മാറത്തില്ല. കർത്താവിന്റെ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. അങ്ങനെ ഞാൻ 1996 ജൂൺ 26 ഞാൻ ജലത്തിൽ സ്നാനമേൽക്കുവാൻ ഇടയായി സാക്കേത് ചർച്ചിൽ വെച്ച്. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയമാണ് മാതാവ് വിശ്വാസ ജീവിതത്തിൽ കടന്നു വന്നപ്പം മാതാവിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു വെല്ലുവിളിയായിരുന്നു ഞങ്ങൾ 2 പെൺമക്കളുടെ വിവാഹം. എപ്പോഴും എൻ്റെ മാതാവിനോട് സഹോദരങ്ങൾ ചോദിക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു,
നിന്റെ പെൺമക്കളെ രണ്ടിനെ ആര് കല്യാണം കഴിച്ചുകൊണ്ട് പോകും? നീ കമ്മലും മാലയും ഊരി ഈ ഭാഗത്ത് നീ ഇറങ്ങി നിന്റെ മക്കളുടെ കാര്യം എന്തായി തീരുമെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ആ കൊച്ചു പ്രായത്തിൽ ഞാൻ എൻ്റെ ചെവിയിൽ കേൾക്കുന്ന കാര്യമാണ്. നിങ്ങൾ എന്തിനാണ് ഭാരപ്പെടുന്നത്? കർത്താവാണ് എൻ്റെ കുഞ്ഞുങ്ങളെ എനിക്ക് ദാനം തന്നത്. അവരുടെ ജീവിതവും ഭാവിയും എല്ലാം എൻ്റെ കർത്താവ് കരുതിയിട്ടുണ്ട്. തക്ക സമയത്ത് എൻ്റെ ദൈവം പ്രവർത്തിക്കും. ആ ഒറ്റ ഒരു മറുപടിയെ എൻ്റെ മാതാവ് പറയത്തുള്ളായിരുന്നു. എത്ര നിന്ദയും എത്ര പഴിയും സഹിക്കുവാണെങ്കിലും കർത്താവിലുള്ള വിശ്വാസം മാത്രമേ സഹോദരങ്ങളോട് പങ്കുവെക്കത്തുള്ളായിരുന്നു. എങ്കില് ആരും അറിയാതെ തന്റെ തലമുറയ്ക്ക് വേണ്ടി ഉപവസിച്ച് കരയുന്ന ദിവസങ്ങള് മാറ്റിവെച്ച് ഉപവസിച്ച് കരയുന്ന ദിവസങ്ങൾ ഉണ്ടായിരുന്നു. ഒരു വശത്ത് മാതാവിനെ പരിഹസിക്കുകയും പഴിക്കുകയും ചെയ്യുന്ന ജനം, മറുവശത്ത് കണ്ണുനീരോട് നിലവിളിക്കുന്ന എൻ്റെ മാതാവ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, കർത്താവ് ഒരിടത്തും കർത്താവ് ഇറങ്ങി, പക്ഷെ നമ്മുടെ കണ്ണുനീരിന് മുന്നിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. കണ്ണുനീര് തൂകുമ്പോ കർത്താവിന് ഒരു മനസ്സലിവ് നമ്മളോടുണ്ട്. ആ കരയുന്ന മാതാവിന്റെ എല്ലാ വിഷയങ്ങൾക്കും കർത്താവ് മറുപടി കൊടുത്തു. കരച്ചിലിന്റെ നടുവിൽ ഇറങ്ങി വന്നു. അങ്ങനെ ഞാൻ ഡൽഹിയുടെ പട്ടണത്തിൽ ഞാൻ ജോലി ഇരിക്കുന്ന സമയത്ത് എനിക്ക് വളരെ ആഗ്രഹമായിരുന്നു ഒരു സ്ഥിരമായിട്ടൊരു ജോലി. അതിനൊക്കെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയം, അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയം, എപ്പോഴും എനിക്ക് എല്ലാ വർഷവും കിട്ടുന്ന, ചിലപ്പം വിവാഹം താമസിക്കുന്ന സഹോദരിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അല്ലെങ്കിൽ മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ രണ്ട് പ്രോമിസാണ് എനിക്ക് എല്ലാ വർഷവും കിട്ടുന്നത്. നമ്മുടെ കാര്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക, മറ്റുള്ളവരുടെ കാര്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ കാര്യങ്ങൾ, യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യോബിന്റെ സ്ഥിതിക്ക് മാറ്റം വന്നു. ഞാൻ പോലും പറഞ്ഞില്ലേ, 2000-ല് എനിക്ക് എനിക്ക് വിവാഹം, എൻ്റെ 2000-ൽ എൻ്റെ വിവാഹം കഴിഞ്ഞു. മനുഷ്യാച്ചന്റെ വീട്ടുകാരെല്ലാം ഓർത്തഡോക്സുകാരാണ്. ഓർത്തഡോക്സ് ഭാഗത്തിൽ നിന്ന് കടന്നു വന്ന് അവരുടെ കുടുംബം മുഴുവൻ ബന്ധുക്കോസിലാണ്. പപ്പായും മമ്മിയും, അവിടെ ഒരനിയനും ഒരനിയത്തി, മനുഷ്യച്ചനാണ് മൂത്തത്. അങ്ങനെ വിവാഹ കാര്യങ്ങളെല്ലാം ശരിയായി. 2000 ഡിസംബർ 17-ാം തീയതി ഞങ്ങളുടെ വിവാഹം നടക്കുവാൻ ഇടയായി. വളരെ അതിശയകരമെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതിനകത്തൊക്കെ വളരെ ഉപരിയായി എൻ്റെ മാതാവിന്റെ പ്രാർത്ഥനയാണ്. എങ്ങനെ നിന്റെ മകളുടെ വിവാഹം നടക്കുമെന്ന് ചോദിച്ച സ്ഥാനത്ത്, ഞാനും വിശ്വാസ ജീവിതത്തിൽ വന്നു കഴിഞ്ഞ ഒരു വട്ടം ഞാൻ വെക്കേഷന് നാട്ടിൽ ചെന്നപ്പോൾ എന്നെയും വളരെ പരിഹസിച്ചു ഞങ്ങളുടെ ആൾക്കാരെല്ലാം. നിന്റെ ജീവിതം എങ്ങനെ ആയിത്തീരും? നീ എങ്ങനെ നിന്റെ ജീവിതം മുന്നോട്ട് പോകും? നിനക്കൊരു വിവാഹ ജീവിതമുണ്ടോ? നിന്നെ ആര് വന്ന് കല്യാണം കഴിച്ചുകൊണ്ട് പോകും? എൻ്റെ പിതാവ് പോലും എന്നോട് ചോദിച്ചു. നിന്റെ മാതാവിന്റെ വഴിയിലൂടെ നീ കടന്നു പോയത് കൊണ്ട് നിന്റെ ജീവിതം എവിടെ ചെന്ന് അവസാനിക്കും? നീ അത് ചിന്തിച്ചിട്ടുണ്ടോ? നീ ആഭരണങ്ങളെല്ലാം ഊരി നീ ഇങ്ങനെ ഒരു കൂട്ടത്തിലോട്ട് കടന്നത് പോയത് കൊണ്ട് നിന്റെ ജീവിതം എന്തായിത്തീരും? ആ നമ്മൾ എവിടെല്ലാം നിന്ദിക്കപ്പെടുന്നു, ആ നിന്ദയുടെ സ്ഥാനത്തെല്ലാം കർത്താവ് നമ്മളെ പതിമടങ്ങ് നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അവിടെ എല്ലാം ദൈവത്തിന്റെ അതിശയ കരം കാണുവാൻ ഇടയായി. ഈ ചോദിച്ച ആൾക്കാരുടെ മധ്യത്തിലെല്ലാം കർത്താവ് ആ മാതാവിനെ മാനിക്കുവാൻ ഇടയായി. അങ്ങനെ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞ് ഞങ്ങൾ ഡൽഹിയുടെ പട്ടണത്തിലായിരുന്നു. അവിടെ ഞങ്ങൾക്ക് 2001-ൽ ഞങ്ങൾക്ക് ഒരു മകളെ ദൈവം ദാനമായി തന്നു. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്താണ് മനുഷ്യച്ചന്റെ ജോലി നഷ്ടപ്പെടുന്നത്. ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ കുഞ്ഞുണ്ടായി കഴിഞ്ഞ് കുറെ 9 മാസത്തോളം ഞാൻ ജോലിക്ക് കടന്നുപോയില്ല. പിന്നെ ഞാൻ ജോലിക്ക് ജോയിൻ ചെയ്തു. മനുഷ്യച്ചന് 1 വർഷത്തോളം ജോലിയില്ലാതെ മനുഷ്യച്ചൻ ഡൽഹിയുടെ പട്ടണത്തിലായിരുന്നു. ആ സമയത്തൊക്കെ വളരെ ഭാരങ്ങളേറിയ ദിവസങ്ങളായിരുന്നു. എങ്കില് ആ ഭാരമേറിയ ദിവസങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ ഓർക്കുന്നു. എൻ്റെ ജീവിതത്തെ ഒക്കെയും ഒന്ന് ഉരുക്കി പണിത് കർത്താവ് എങ്ങനെ നിന്നെ ആക്കണം അങ്ങനെയൊന്ന് ആക്കി തീർത്ത ദിവസങ്ങളായിരുന്നു അതൊക്കെ. പിന്നെ ഈ ദൈവത്തെ കൂടുതലായി അറിയുവാൻ, ദൈവസന്നിധാനത്തിൽ താഴുവാൻ, കരയുവാൻ ഒക്കെ കർത്താവ് ഇടയാക്കി. എങ്കിലും കലത്തിലെ മാവ് കുറയാതെ, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകാതെ കർത്താവ് ഓരോ ദിവസവും ഞങ്ങളുടെ ഭവനത്തെ നടത്തി. അങ്ങനെ ഞാൻ സൗദിയുടെ പ്രദേശത്തേക്ക് കടന്നു പോകുവാൻ എനിക്കിടയായി. ഞാൻ 2005-ൽ ഞാൻ സൗദിയുടെ പ്രദേശത്തേക്ക് ജോലിക്കായി കടന്നുപോയി. അവിടെ ഞാൻ കടന്നു പോകുമ്പോൾ, ഞാൻ ചെറുപ്രായത്തിൽ 5-ലും 6-ലും ഒക്കെ പഠിക്കുമ്പോൾ എൻ്റെ മാതാവ് ഫാസ്റ്റിംഗ് പ്രയറിനൊക്കെ ഓടിപ്പോകും. ഓടിയാ പോകുന്ന, നടന്നു പോയിട്ടേ ഇല്ല ചർച്ചിൽ, മൈലുകൾ പോണം. പേടി, ഉപദ്രവം, ഇതൊക്കെ സഹിച്ച് ഓടിപ്പോകുന്ന സമയത്ത് അവിടെ ചെന്നിരിക്കുമ്പോൾ തലമുറകളെ കുറിച്ചുള്ള വാഗ്ദത്തങ്ങൾ ദൈവം കേൾപ്പിക്കുമായിരുന്നു. അപ്പോഴൊന്നും ഞങ്ങളില്ല കേൾക്കാൻ, മാതാവ് മാത്രമേ ഉള്ളൂ വാഗ്ദത്തം കേൾക്കുവാൻ. ആ സമയത്ത് മാതാവിനോട് പലപ്പോഴും ദൈവദാസന്മാർ പറഞ്ഞിട്ടുണ്ട്, മൂത്ത തലമുറയെ അനേക വിദേശ സ്ഥലങ്ങളിൽ കർത്താവ് അയക്കും. അപ്പോഴൊക്കെ എൻ്റെ മാതാവിൻ്റെ ഒരു ചിരിയ, വിശ്വസിക്കാൻ കഴിയുന്നതല്ല. വിശ്വാസത്തിൽ പോലും വരാത്ത കുഞ്ഞുങ്ങളെയൊക്കെ എങ്ങനെ ദൈവം മാനിക്കും? എങ്ങനെ മാനിക്കും? പിന്നെയും ആ വാഗ്ദത്തങ്ങളെയൊക്കെ മുറുകെ പിടിച്ച് മാതാവ് പ്രാർത്ഥിച്ചെങ്കിൽ, വാഗ്ദത്തങ്ങളെ മറന്ന് നമ്മൾ പോകുന്നെങ്കിലും വാഗ്ദത്തം ചെയ്ത ദൈവം ഒരിക്കലും നമ്മുടെ വാഗ്ദത്തങ്ങളെ മറന്നു പോകുന്നില്ല. വർഷങ്ങൾ കഴിഞ്ഞാലും അത് നമ്മുടെ ജീവിതത്തിൽ നിവർത്തിച്ചു തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അങ്ങനെ 19 വർഷം മാതാവിനോട് വാഗ്ദത്തം ചെയ്ത ആ വാഗ്ദത്തം 19-ാമത്തെ വർഷം എൻ്റെ ജീവിതത്തിൽ നിറവേറാൻ ഇടയായി.
ഞാൻ സൗദിയുടെ പ്രദേശത്തേക്ക് കടന്നു പോകാനിടയായി. അവിടെ ഞാൻ 2 വർഷം ജോലി ചെയ്തു. 2 വർഷം ജോലി ചെയ്ത് ഞാൻ കടന്നു വന്നു. മൻച്ചാച്ചൻ ദുബൈയുടെ പ്രദേശത്തേക്ക് കടന്നു പോകാനിടയായി. അങ്ങനെ വർഷങ്ങളായി ദുബൈയുടെ പ്രദേശത്ത് 12 വർഷത്തോളം മൻച്ചാച്ചൻ ജോലി ചെയ്തു. ജോലി ചെയ്യുന്ന സമയത്ത് ഞാനും പൈതലും തന്നെയുള്ളൂ ഡൽഹിയുടെ പ്രദേശത്ത്. അവിടെ ഞങ്ങൾ വാടകയ്ക്കായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. കുഞ്ഞ് അവിടെ ഡൽഹിയുടെ പ്രദേശത്ത് ഫ്രാങ്ക് ആന്റണി എന്ന് പറയുന്ന സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് ജോലിയുണ്ട്. അന്നൊക്കെ ഞാൻ പ്രാർത്ഥിക്കുക, എനിക്ക് സ്ഥിരമായിട്ടൊരു ജോലി തരണമെന്ന്. എനിക്ക് അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ, ഐ ഹോസ്പിറ്റലിൽ എനിക്ക് സ്ഥിരമായിട്ട് 2004 എനിക്ക് ജോലി കിട്ടി. ഞാൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ സൗദിയുടെ പ്രദേശത്തേക്ക് കടന്നു പോകാൻ ഇടയായത്. അവിടുന്ന് ഞാൻ സൗദിയുടെ പ്രദേശത്തു നിന്ന് ഞാൻ കടന്നു വന്നു. 2007 വീണ്ടും ഞാൻ വിസിറ്റയ്ക്ക് ജോലി ചെയ്യുവാൻ ഇടയായി. ആ 2007 ഞാൻ ജോലി ചെയ്തത് ഈ 2024 വരെയും ഞാൻ ജോലി ചെയ്യുവാൻ എൻ്റെ കർത്താവ് എനിക്ക് ഇടയാക്കി. ആ ഹോസ്പിറ്റലിൽ ഞാൻ ഏതാണ്ട് 20 വർഷം ആ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തു. അങ്ങനെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് ജോലിയുണ്ട്, കുഞ്ഞുണ്ട്. അങ്ങനെ കുഞ്ഞുമായി ഡൽഹിയുടെ പട്ടണത്തിൽ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ വളരെ ഭാരമേറിയ ജീവിതം തന്നെയായിരുന്നു. ജോലി, കാര്യം, കുഞ്ഞിനെ സ്കൂളിൽ വിടണം, അങ്ങനെ പലവിധമായ കാര്യം. പിന്നെ നമ്മൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്. അങ്ങനെ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾക്ക് ഡൽഹിയുടെ പട്ടണത്തിൽ ഒരു ഭവനം തരുവാൻ ദൈവം ഇടയായി. അങ്ങനെ ഞങ്ങൾ ആ സ്ഥലത്തോട്ട് ഷിഫ്റ്റ് ആയി കഴിഞ്ഞ് മൻചാച്ചൻ വന്നും പോയി നിന്നു. വളരെ ഭാരപ്പെടുന്ന ജീവിതം എന്ന് പറഞ്ഞാൽ, കുഞ്ഞിന് അസുഖം വരുമ്പോൾ, സ്കൂളിൽ കടന്നു പോകുന്ന സമയം, എനിക്ക് ജോലി, അങ്ങനെയുള്ള വളരെ ഭാരമേറിയ വിഷയങ്ങൾ. ആ സമയത്തൊക്കെ കർത്താവിന്റെ സന്നിധാനത്തിൽ ഈ കുഞ്ഞുമായി ഞാൻ ആരാധനകൾക്കെല്ലാം കടന്നു പോകും. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കുഞ്ഞിനെയും കൊണ്ട് ഞാൻ കടന്നുപോയി. എന്തെന്നാൽ എനിക്ക് എൻ്റെ മാതാവിന് അനുഭവിക്കാൻ പറ്റാത്ത ആ സ്നേഹം, എൻ്റെ മാതാവ് ഒറ്റയ്ക്ക് കടന്നു പോകുന്ന സമയത്ത് എൻ്റെ മാതാവ് വിളിക്കാറുണ്ട്, മോനെ എൻ്റെ കൂടെ ചർച്ചിൽ വാ, ദൈവത്തെ അറിയ, പള്ളിയിൽ വാ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോൾ ഞങ്ങൾ ചെല്ലാറില്ല. ആ വിഷമം എൻ്റെ മാതാവ് അറിയുന്നുണ്ട്. എങ്കില് എനിക്ക് ആ വിഷമം നല്ലതുപോലെ അറിയാം. അതുകൊണ്ടാണ് എൻ്റെ തലമുറയുടെ കൈ പിടിച്ച് അവളെയും കൊണ്ട് എല്ലാ ആരാധനകൾക്കും, പ്രാർത്ഥനകൾക്കും, ഇടപ്രേയറുകൾക്കും എല്ലാം ഞാൻ കടന്നു പോകുമായിരുന്നു. ഞാൻ അറിഞ്ഞ ഈ ജീവനുള്ള ദൈവത്തെ എൻ്റെ തലമുറയും സത്യസന്ധതയോട് അറിയണമെന്ന് എൻ്റെ ജീവിതത്തിൽ എനിക്ക് വളരെ നിർബന്ധമായിരുന്നു. ഞാൻ അങ്ങനെ കടന്നു പോകുമായിരുന്നു എൻ്റെ കുഞ്ഞുമായിട്ട്. അങ്ങനെ കടന്നുപോയി. അവള് ദൈവസന്നിധാനത്തിൽ അവളും രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചു. അവളിലും ദൈവത്തിന്റെ കൃപ. എൻ്റെ തലമുറയ്ക്ക് ദൈവത്തെ കാണുവാൻ ദൈവം ഒരു അവസരം ഒരുക്കി കൊടുത്ത ദൈവത്തിന്റെ സ്നേഹത്തെ ഓർത്ത് സ്തുതിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന വലിയൊരു വിഷയമായിരുന്നു, ഞങ്ങൾക്ക് ഒരു തലമുറയെ കൂടെ വേണമെന്ന്. പക്ഷെങ്കിൽ നീണ്ട 13 വർഷം ദൈവസന്നിധാനത്തിൽ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കേണ്ടി വന്നെങ്കിലും പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ഞങ്ങളുടെ പ്രാർത്ഥനകളെ തള്ളിക്കളഞ്ഞില്ല. കണ്ണുനീരോട് ഞങ്ങൾ പ്രാർത്ഥിച്ചു. 13 വർഷം കഴിഞ്ഞ് ഞങ്ങൾക്ക് ഒരു ആൺ തലമുറയെ ദൈവം ദാനമായി നൽകി. ആ ദൈവത്തിന്റെ ദാനം അത് വളരെ വലിയൊരു ദാനമായിരുന്നു. ദൈവത്തിന്റെ കൃപയിൽ ദൈവം ഞങ്ങൾക്ക് തന്നത്. ഞാൻ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ 7.5 മാസവും കണ്ടിന്യൂ ഞാൻ ഡ്യൂട്ടിക്ക് പോയി. ഞാൻ 20 വർഷം മെബിയായിക്ക് 1.5 വയസ്സുള്ളപ്പോൾ ഞാൻ ജോയിൻ ചെയ്ത ഹോസ്പിറ്റലാണ്. അവിടെ ഞാൻ പ്രഗ്നന്റ് ആയി. ഞാൻ ജോലിക്ക് ചെല്ലുമ്പോൾ ഒക്കെ ഡോക്ടർമാർക്കും നഴ്സുമാർക്കും അവിടുത്തെ സ്റ്റാഫുകൾക്കൊക്കെ വളരെ സന്തോഷമാണ്, ഒരു അത്ഭുതം തന്നെയാണ്. 13 വർഷം കഴിഞ്ഞു വീണ്ടും ഞാൻ പ്രഗ്നന്റ് ആയി. എനിക്ക് വളരെ നല്ല കെയർ ആണ് അവിടെ കിട്ടുന്നത്. എങ്കില് ഞാൻ ഒരു ദിവസം രാവിലെ ഞാൻ ഡ്യൂട്ടിക്ക് കടന്നു ചെല്ലുന്ന സമയത്ത് എനിക്കൊരു തലകറക്കം പോലെ വന്നു. പെട്ടെന്ന് BP നോക്കി, BP ഹൈ ആയി. പെട്ടെന്ന് എന്നെ അവിടുന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഇടയായി. ഞാൻ ഡോക്ടറുമായിട്ട് സംസാരിച്ച് ഞാൻ അവിടെ ചെന്നപ്പോൾ ഡോക്ടർ അവിടെ എന്നെ അഡ്മിറ്റ് ആക്കി. എനിക്ക് ബിപിയുടെ മരുന്നൊക്കെ തന്നു. എൻ്റെ BP കുറയുന്നില്ല. പലപ്പോഴും പ്രഗ്നന്റ് ആയി കഴിഞ്ഞ് പലപ്പോഴും ഈ കുഞ്ഞിനെ നശിപ്പിച്ച് കളയാൻ ശത്രു പലപ്പോഴും ഒരുങ്ങിയിട്ടുണ്ട്. അവിടുന്നൊക്കെ കർത്താവിനെ വിടുവിച്ച് ദൈവത്തിന്റെ കരത്തിൽ എന്നെ കരുതിയ വിധങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. അപ്പോഴൊക്കെ ഞാൻ അവിടെ ചെന്നു. ഞാൻ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയി. അവിടുന്ന് സൺഡേ ആണ് അവിടുന്ന് എന്നെ ഡിസ്ചാർജ് ചെയ്ത് ഞാൻ വീട്ടിൽ വന്നു. പിറ്റേ ദിവസം ഞാൻ വീണ്ടും ഡോക്ടറെ കാണാൻ ചെന്നപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, അഡ്മിറ്റ് ആകണം, പെട്ടെന്ന് സിസേറിയൻ ചെയ്യണം, കുഞ്ഞിനെ പുറത്തെടുക്കണം, നിനക്ക് BP ഹൈ ആണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാൻ ഇടയായി. അൾട്രാസൗണ്ട് ചെയ്യാനായിട്ട് ഡോക്ടർ എന്നെ ഹോസ്പിറ്റലിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അൾട്രാസൗണ്ട് ചെയ്യുന്ന സമയത്താണ് ഡോക്ടർ എന്നോട് 4.5 മാസത്തിൽ അൾട്രാസൗണ്ട് ചെയ്തപ്പോൾ അവന് നല്ല വെയിറ്റ് ഉണ്ട്. എന്നോട് ഡോക്ടർ പറയുവാണ്, നിന്റെ കുഞ്ഞിന് വെയിറ്റ് ഇല്ല, 1.400 ഉള്ളൂ വെയിറ്റ് എന്ന്. ഞാൻ ആ ട്രോളിയിൽ ഞാൻ വളരെ ഭാരപ്പെട്ടു. എൻ്റെ ടെൻഷൻ വീണ്ടും കൂടി. എൻ്റെ BP പിന്നെ ഹൈ ആകാൻ തുടങ്ങി. എൻ്റെ കണ്ണുകളെല്ലാം ചുമന്നു. വളരെ അസ്വസ്ഥമായ ഒരു അവസ്ഥയായിരുന്നു ആ സമയത്ത്. അതോ കൂടെ ആരുമില്ല, ഒറ്റയ്ക്കേ ഉള്ളൂ. പെട്ടെന്ന് ഞങ്ങളുടെ സഭയിൽ നിന്ന് ദൈവദാസൻ പെട്ടെന്ന് കടന്നു വന്നു. ദൈവദാസനുമായിട്ട് ഡോക്ടർ സംസാരിക്കുവാൻ ഇടയായി. എങ്കില് അവിടൊക്കെയും ദൈവത്തിന്റെ പ്രവൃത്തികൾ വലുതായിരുന്നു. ഞാൻ അൾട്രാസൗണ്ട് ചെയ്ത് കടന്നു വരുന്ന ഉടനെ അവിടെ OT എല്ലാം റെഡിയാക്കി എന്നെ സിസേറിയൻ ചെയ്യാനായിട്ട് റെഡിയായി. പീഡിയാട്രീഷ്യനും ഡോക്ടർമാരുടെ വലിയൊരു സംഘവും റെഡി ആയിട്ട് നിൽക്കുവാണ്.
ഓൾറെഡി ഞാൻ സ്റ്റാഫാണ്. എല്ലാ ഡോക്ടർമാർക്കും എന്നെ അറിയാം. എന്നെ മയക്കാൻ വരുന്ന ഡോക്ടർ ഞങ്ങളെ അറിയുന്ന ഡോക്ടറാണ്. എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുകയാണ് ദൈവത്തിന്. അന്നേരം ആ അൾട്രാസൗണ്ട് ചെയ്യുന്ന ഡോക്ടർ വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു. 20 മിനിറ്റിനുള്ളിൽ കുഞ്ഞിനെ പുറത്തെടുക്കണം. ഇല്ലെങ്കിൽ കുഞ്ഞ് ഒരു അബ്നോർമൽ ബേബി ആയി പോകും. ലെഫ്റ്റ് ആർട്ടറി ബ്ലോക്ക് ആയിക്കൊണ്ടിരിക്കുകയാണെന്ന്. ഞാനിത് കേൾക്കുമ്പോൾ എനിക്ക് വളരെ ഭാരം തോന്നി. എങ്കില് ദൈവത്തിന്റെ വാഗ്ദത്തവും ദൈവത്തിന്റെ ദർശനവും ഉള്ള ഒരു പൈതലായിരുന്നു. എന്നിൽ അത് വളരെ വിശ്വാസത്തിനിടയായി. ഞാന് ആഹ് ദൈവത്തോട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. 13 വർഷം കഴിഞ്ഞ് തന്ന പൈതലിനെ ഒരിക്കലും അങ്ങനെ നശിപ്പിച്ചു കളയുവാൻ എന്റെ കർത്താവ് ഒരുങ്ങത്തില്ല. പിശാച് ഒരിക്കലും കൊണ്ടുപോകാൻ സമ്മതിക്കത്തില്ല. ദൈവത്തിന്റെ നാമം നമ്മളിലൂടെ മഹത്വം എടുക്കണമെങ്കിൽ കർത്താവിന്റെ പ്രവൃത്തി നമ്മളിൽ വെളിപ്പെടണം. അങ്ങനെ എന്നെ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് ഡോക്ടർ കൊണ്ടുപോവുക. ലിഫ്റ്റിൽ ഞാൻ കയറി. ദൈവദാസൻ പ്രാർത്ഥിച്ചു. ലിഫ്റ്റേ കയറി ഞാനിങ്ങനെ കടന്നു പോകുന്ന സമയത്ത് ആ ഡോക്ടർ എന്നോട് പറയുകയാണ്, ബിന്ദു, കുഞ്ഞിനെ രക്ഷിക്കാൻ ഒരിക്കലും എനിക്ക് കഴിയത്തില്ല. നിന്നെ മാത്രമേ എനിക്ക് രക്ഷിക്കാൻ കഴിയത്തുള്ളൂ. എന്നാന്ന് ചോദിച്ചാൽ നിന്റെ കുഞ്ഞിന് വെയിറ്റ് ഇല്ല. പിന്നെ ദൈവം ഒരു അത്ഭുതം ചെയ്തെങ്കിൽ ഞാൻ അന്നേരം ഒന്നും കരഞ്ഞില്ല. ആ സമയത്തൊക്കെ ഞാൻ ദൈവത്തിൽ ഞാൻ മുറുകെ പിടിച്ചു. എന്നാന്ന് ചോദിച്ചാൽ വാക്തത്വമുള്ള ഒരു പൈതലാണ്. അതിനുള്ളിൽ വലിയൊരു സംഭവം ഉണ്ടായി. ഒരു ദിവസം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ കടന്നു വരുന്ന സമയത്ത് ഞാൻ എൻ്റെ വീടിനോടടുത്തപ്പം ദൈവാത്മാവിനോട് സംസാരിച്ചു, നീ തിരികെ നടക്കുക. ദൈവം നമ്മളോട് എപ്പോഴും സംസാരിക്കുന്ന ദൈവമാണ്. നമ്മളെപ്പോഴും ആഗ്രഹിച്ച എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മൾ ദൈവത്തോട് പറയും തോറും ദൈവം നമ്മളോട് സംസാരിക്കണം. അതാണ് നമ്മുടെ പ്രാർത്ഥന. ദൈവത്തിന്റെ ശബ്ദം ഞാൻ കേൾക്കാം വഴിയിൽ നിന്ന്, നീ തിരിഞ്ഞു നടക്കുക. ഞാൻ തിരിഞ്ഞു നടന്നപ്പോൾ അവിടെ ഒരു പാർക്ക്. ആ പാർക്കിനകത്തൂടെ ഞാൻ ഇറങ്ങി നടന്നപ്പോൾ ഞങ്ങളുടെ അവിടെ ഒരു പ്രാർത്ഥനാ ടവർ ഉണ്ട്. ആ ടവറിൽ എന്നും പ്രാർത്ഥിക്കാൻ പോകുന്ന ഒരു അമ്മച്ചിയുണ്ട്. ഒരു നീളം കുറഞ്ഞ ഒരു അമ്മച്ചി. എന്നും പ്രാർത്ഥിക്കും. രാവും അവർക്ക് പ്രാർത്ഥന അവരുടെ ജീവിതം. അവരുടെ ഡ്യൂട്ടി പ്രാർത്ഥന. ഞാൻ നേഴ്സായിട്ട് ഹോസ്പിറ്റലിൽ പോകുന്നു. ആ അമ്മച്ചി പ്രാർത്ഥന ടവറിൽ പോകുന്നു പ്രാർത്ഥിക്കാനായിട്ട്. രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കാൻ പോകുന്ന ഒരു അമ്മച്ചി. അമ്മച്ചി അവിടെ താമസിക്കുന്ന അവിടെ ദേവദാസന്റെ ഒരു ഭവനത്തിൽ അമ്മച്ചി താമസിക്കുന്നു. ആ അമ്മച്ചി വളരെ ദുഃഖിതയായിട്ട് റോഡിൽ നിൽക്കുകയാണ്. റോഡിൽ നിൽക്കുമ്പോൾ ഞാൻ ഓടി ചെന്ന അമ്മച്ചിയെ, ഞങ്ങൾ ഇടയ്ക്കൊക്കെ കാണും, വർത്താനം പറയും, പ്രൈസ് ദി ലോർഡ് കൊടുക്കും, ചിലപ്പം വീട്ടിൽ കൊണ്ടുവരും, വളരെ സ്നേഹത്തോട് പ്രാർത്ഥിക്കും. അമ്മച്ചി കടന്നു പോകും. അമ്മച്ചിക്ക് ആരുമില്ല ഡൽഹിയിൽ, ഞങ്ങളെപ്പോലുള്ള സഹോദരിമാർ മാത്രമേ ഉള്ളൂ. ഞാൻ അങ്ങനെ ഓടിച്ചെന്ന് അമ്മച്ചിയെ കണ്ടുടനെ ഞാൻ ഓടിച്ചെന്ന് ഞാൻ കെട്ടിപ്പിടിച്ചിട്ട് പ്രൈസ് ദി ലോർഡ് കൊടുത്തു. വളരെ നിരാശയായിട്ട് നിൽക്കുന്ന ആന്റിയെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ആന്റി എന്തു പറ്റി? മുഖത്തൊക്കെ വളരെ നിരാശയാണല്ലോ, എന്ത് പറ്റുന്ന? മോനെ, എനിക്ക് നാളെ ആ റൂം കാലി ചെയ്യണം. എനിക്ക് അവിടെ താമസിക്കാൻ പറ്റത്തില്ല. എനിക്ക് ഡൽഹിയുടെ പട്ടണത്തിൽ ആരുമില്ല. എങ്ങോട്ട് പോകണമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ വളരെ ഭാരത്തിലും പ്രയാസത്തിലും ആയിരിക്കുന്നു. ഞാൻ ഉടനെ തന്നെ പറഞ്ഞു, അമ്മച്ചി എന്തിനാ പ്രയാസപ്പെടുന്നത്? എന്റെ ഭവനത്തിൽ സ്ഥലമില്ലേ? അവിടെ വന്ന് താമസിച്ചു. അത് അമ്മച്ചിയുടെ ആന്റിയുടെ ഹൃദയത്തിന് വളരെ ഒരു ആശ്വാസമായി. ഞാൻ അങ്ങനെ വിളിച്ച് എന്റെ ഭവനത്തിൽ കൊണ്ടുവന്ന അമ്മച്ചി 3 വർഷം എന്റെ ഭവനത്തിൽ താമസിച്ചു. രാത്രി 4 മണിക്കൂർ എന്റെ ഭവനത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കും. രാവിലെ 4 മണിക്കൂർ ചർച്ചിൽ പോയിരുന്നു. ആ 4 മണിക്കൂറത്തെ എന്റെ ഭവനത്തിനുള്ളിലെ പ്രാർത്ഥനയിൽ ഒരു സെപ്റ്റംബർ മാസം വന്ന് 2ാമത്തെ മാസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന ഉടനെ എന്റെ ബാഗൊക്കെ വെച്ച് ഞാൻ ഇങ്ങനെ നിന്നപ്പോ എന്നോട് പറഞ്ഞു, കുഞ്ഞെ, എനിക്ക് നിന്നോടൊരു കാര്യം സംസാരിക്കണം. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഒരു ദർശനം കണ്ടു. അടുത്ത വർഷം ഈ സമയത്ത് നീ ഒരു കുഞ്ഞിനെ പ്രസവിക്കും, അതൊരു ആൺകൊച്ചായിരിക്കും. ആ അമ്മച്ചി എന്നിട്ട് എന്റെ കലണ്ടറിൽ ഒരു റെഡ് പെന്നും കൊണ്ട് അവിടെ ഒരു വട്ടം ഇട്ടിട്ട് അവരാണെന്ന് എഴുതിയിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതാണ് ദർശനം കണ്ട അമ്മച്ചിയുടെ വിശ്വാസം. ആ വിശ്വാസത്തിൽ നിന്ന് അമ്മച്ചി മാറിയില്ല. അത്രയും വലിയൊരു ദർശനം കണ്ടു തന്ന പൈതലിനെ ഒരിക്കലും ഡോക്ടർ എന്നോട് കൈ പിടിച്ച് പറയുക, നിനക്ക് ഈ പൈതലിനെ എനിക്ക് തരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ അത് ഞാൻ ഉൾക്കൊള്ളും? ഞാൻ ആ ലിഫ്റ്റിൽ ഇരുന്ന് ഞാൻ എന്റെ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എന്റെ ഉദരത്തിൽ എന്റെ ദൈവമാണ് എനിക്ക് ഒരു കുഞ്ഞിനെ തന്നത്. ആ കുഞ്ഞിനെ ജീവനോട് എനിക്ക് നൽകണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി ചെന്നു. എനിക്ക് സ്പൈനൽ തന്നു. എനിക്ക് 4 പ്രാവശ്യം കുത്തിയിട്ട് സ്പൈനൽ എനിക്ക് കിട്ടിയില്ല. പിന്നെ കുത്തി കിട്ടി. ഞാൻ മരിക്കുന്നതിന് മുമ്പ് തന്നെ എന്നെ ഓപ്പറേഷൻ ചെയ്തു. പൈതലിനെ അവർ 14 മിനിറ്റിനുള്ളിൽ പുറത്തെടുത്തു. അവൻ പുറത്തു വന്നപ്പോ അവൻ കരഞ്ഞുകൊണ്ടാണ് അവൻ പുറത്തു വരുന്നത്. അതിനും എന്റെ കർത്താവിന്റെ ഒരു അത്ഭുതം. OTയുടെ അകത്ത് ദൈവം. അൾട്രാസൗണ്ടിന്റെ റിപ്പോർട്ട് പീഡിയാട്രീഷ്യന്റെ കയ്യിലിരിക്കും. അവൻ 400 ഉള്ളൂ. 1 കിലോ 400 ഗ്രാമേ ഉള്ളൂ. ഒരു നോർമൽ കുഞ്ഞിന്റെ വെയിറ്റ് അല്ല. 200 ഗ്രാം കൂടെ ഉണ്ടെങ്കിൽ ഒരു നോർമൽ കുഞ്ഞിന്റെ വെയിറ്റ് ആകത്തുള്ളൂ. ആ ഡോക്ടർ അവനെ തൂക്കിയപ്പം 1 കിലോയും 600 ഗ്രാമും ഉണ്ട് എന്റെ പൈതല്. അവനെ NICUവിൽ 12 ദിവസം അവിടെ വെക്കുവാൻ ഇടയായി. ഞാൻ 4ാമത്തെ ദിവസം ഡിസ്ചാർജ് ചെയ്ത് എന്റെ ഭവനത്തിൽ ഞാൻ കടന്നു വന്നു.
പിന്നെ ഹസ്ബൻഡ് കടന്നു വരുവാൻ ഇടയായി. എൻ്റെ മാതാവ് കടന്നു വന്നു. അതൊക്കെ വളരെ അനുഗ്രഹമായിരുന്നു. 12 ദിവസം കഴിഞ്ഞ് അവനെ NICUന്ന് ഞങ്ങള് ഷിഫ്റ്റ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നു. 6 മാസം അവന് യാതൊരു പ്രോബ്ലം ഉണ്ടാകുവാൻ, ഒരു പനിയോ ഒരു ചുമയോ ഒന്നും ഉണ്ടാകാൻ ഒന്നും വരുത്തരുതെന്ന് പറഞ്ഞാണ് ഡോക്ടർ ഞങ്ങളെ ഏൽപ്പിച്ച് തന്നത്. എങ്കിൽ അവിടെല്ലാം ദൈവത്തിന്റെ വലിയ പരിപാലനം, കാവലും അവന്റെ കൂടെ ഇരുന്നു. ഇന്ന് അവന് 10 വയസ്സുണ്ട്. ഞാൻ ആദ്യം അവനെ NICU ചെന്ന് കാണുമ്പോൾ അവൻ ബീഫാം എല്ലാം വെച്ച് അവൻ ട്യൂബുകൾക്കകത്ത് കിടക്കുന്ന ഒരു കുഞ്ഞ് 1 കിലോയും 600 ഗ്രാമും ഉള്ള ഡോക്ടർമാർ എന്നെ കാണാൻ എൻ്റെ അടുത്ത് കയറി വന്നപ്പോൾ എന്നോട് പറഞ്ഞു, സിസ്റ്ററെ, അവന് വെയിറ്റ് മാത്രമില്ലെന്നേ ഉള്ളൂ, വളരെ ആക്റ്റീവായ ഒരു കുഞ്ഞാണെന്ന് പറയുവാൻ ഇടയായി. ഞാൻ ഈ കുഞ്ഞിനെ ചെന്ന് കണ്ടപ്പോൾ ഞാൻ ഓർത്തു, കർത്താവേ, ഈ കുഞ്ഞിനെ കിട്ടുമോ? ഈ ട്യൂബിനകത്തൊക്കെ കിടക്കുന്ന ഈ കുഞ്ഞിനെ കണ്ടപ്പോൾ എനിക്ക് വളരെ ഭാരം തോന്നി. എങ്കിൽ ഞാൻ അവിടെ ചെന്ന് നിന്നപ്പോൾ അവൻ ഇങ്ങനെ ഞെട്ടിയോണം എന്നെ നോക്കുവാനും 1 മിനിറ്റ് ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കുവാൻ ഇടയായി. കർത്താവേ, നീ എനിക്ക് ജീവനോട് തന്ന പൈതല, നിന്റെ നാമത്തിന് വേണ്ടി മാത്രമുള്ള കുഞ്ഞായത്. അല്ലെ 13 വർഷം കഴിഞ്ഞ് എൻ്റെ ഉദരത്തിൽ ഈ കുഞ്ഞിനെ ദൈവം തരത്തില്ല. അവൻ വലിയൊരു അത്ഭുത ശിശുവായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ വളരുവാൻ അവൻ പിറന്നു വീഴുവാൻ ഇടയായി. ഇന്ന് വരെയും ദൈവം അവനെ ഈ ഭൂമിയിൽ 10 വർഷമായി അവൻ ജനിച്ചിട്ട് അവനെ ഈ 10 വർഷവും ദൈവം കരങ്ങളിൽ സൂക്ഷിച്ച ദൈവത്തിന്റെ സ്നേഹത്തെ ഓർത്ത് ഞാൻ സ്തുതിക്കുന്നു. അങ്ങനെ 2 കുഞ്ഞുങ്ങളായി. ഈ കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും ഒറ്റയ്ക്കാണ് ഡൽഹിയിൽ ഞാൻ ജോലിക്ക് പോകുന്നു. ഈ കുഞ്ഞുങ്ങളെ നോക്കണം, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നോക്കണം. അവൻ കുഞ്ഞാണ്. അവൻ 6 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ജോലിക്ക് കടന്നു പോകാൻ തുടങ്ങി. വളരെ എനിക്ക് ആ, ഭാരം എനിക്ക് വളരെ ഭാരം തോന്നിയ ഒരു ജീവിത ഘട്ടങ്ങളായിരുന്നു അതൊക്കെ. ജോലി, വീട്, കുഞ്ഞുങ്ങളെ, അവരുടെ പഠിത്തം, ഇതെല്ലാം. ആ സമയത്തൊക്കെ ഞാൻ ദൈവത്തോട് നിലവിളിക്കുന്ന സമയങ്ങളായിരുന്നു. കർത്താവേ, ഇതിൽ നിന്നൊക്കെ ഒരു വിടുതലില്ലേ? എന്നെ പോലെ അനുഭവിക്കുന്ന അനേക സഹോദരിമാര് ചിലപ്പോൾ എന്റെ സാക്ഷ്യം കേട്ടേക്കും. ആരും പതറിപ്പോലും ദൈവത്തോട് മാത്രം പ്രാർത്ഥിച്ചാൽ മതി. കർത്താവ് വഴി തുറക്കാൻ ശക്തനാ. നീണ്ട 18 വർഷം കുഞ്ഞുങ്ങളുമായിട്ട് ഡൽഹിയുടെ പട്ടണത്തിലായിരിക്കാൻ എനിക്കിടയായി. ആ ജീവിതയാത്രയിലൊക്കെ കർത്താവ് എൻ്റെ സഖിയായി, എൻ്റെ സ്നേഹിതനായി, എൻ്റെ പ്രാണ സഖിയായി എൻ്റെ കൂടെ ഇരുന്നു. എൻ്റെ എല്ലാ കാര്യങ്ങളിലും എൻ്റെ യേശുവാണ് എൻ്റെ കരം പിടിച്ച് എന്നെ വഴി നടത്തിയത്. ഒരു ഒരു വഴിയിൽ പോലും ഒന്ന് നശിച്ചു പോകുവാൻ, ഒന്ന് തളർന്നു പോകാൻ എൻ്റെ കർത്താവ് എന്നെ ഇടയാക്കിയില്ല. രാത്രിയുടെ യാമങ്ങളിലൊക്കെ എഴുന്നേറ്റിരുന്ന് നിലവിളിക്കും, കർത്താവേ, ഈ അവസ്ഥകൾക്കൊക്കെ ഒരു മാറ്റം വരുത്തുവാൻ എൻ്റെ യേശുവിന് മാത്രമേ എൻ്റെ ജീവിതത്തിൽ കഴിയത്തുള്ളൂ. എൻ്റെ കർത്താവ്, ഇതിന്റെ മധ്യത്തിൽ എല്ലാം എനിക്കൊരു മാറ്റം തരണം. പലപ്പോഴും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. കർത്താവിന്റെ വചനത്തിലുണ്ട്, കുടുംബ ജീവിതത്തിൽ ഭാര്യയും ഭർത്താവും അകന്ന് ജീവിക്കല്ല്, അവരെപ്പോഴും ഒരുമിച്ച് ജീവിക്കണമെന്ന്. ആ വചനം ഒക്കെ പറഞ്ഞ് ഞാൻ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. നീണ്ട 18 വർഷം കഴിഞ്ഞ് ഞങ്ങൾ അത് കഴിഞ്ഞ് മോനുണ്ടായി 1 വയസ്സ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഖത്തറിന്റെ പ്രദേശത്തേക്ക് വെക്കേഷന് കടന്നു വരുവാനായിട്ട് ദൈവം വഴിവാതിലുകൾ ഒരുക്കി. പല വർഷം ഞങ്ങൾ വെക്കേഷന് കടന്നു വരും. ഞങ്ങൾ മെയ് അവസാനം കടന്നു വന്നിട്ട് ജൂലൈ ഫസ്റ്റ് വീക്കിൽ ഞങ്ങൾ ഇവിടുന്ന് കടന്നു പോകുന്നത്. അങ്ങനെ 2024 വെക്കേഷന് ഞങ്ങൾ കടന്നു വരുമ്പോൾ ആ വർഷത്തെ എൻ്റെ ഒരു പ്രാർത്ഥനയായിരുന്നു, കർത്താവേ, ഈ വർഷം എന്നെ കുടുംബമായി ഫാമിലി വിസയിൽ എന്നെ കർത്താവ് ഖത്തറിലേക്ക് അയക്കണമേ. അതിനു മുമ്പ് ഞങ്ങളുടെ ചർച്ചക്കോടിൽ ആദ്യം പാസ്റ്റർ കടന്നുപോയി. പുതിയ പാസ്റ്റർ കടന്നു വന്നു, സനുറ്റി മാത്യു കടന്നു വന്നപ്പോൾ ഞാൻ ദൈവദാസനോട് പറഞ്ഞു, ദൈവദാസ, എനിക്ക് ഒരു വിഷയമേ ഉള്ളൂ. ദൈവദാസൻ 5 വർഷം ഈ ചർച്ചിലുണ്ട്. പക്ഷെങ്കിൽ ദൈവദാസൻ പോകുന്നതിന് മുമ്പ് ഖത്തറിന്റെ പ്രദേശത്തേക്ക് എന്നെ കുടുംബമായി പ്രാർത്ഥിച്ചയക്കണേ. കൽക്കാജി ചർച്ചിൽ ഞങ്ങൾ പോകുന്ന ആർക്കും ഇഷ്ടമില്ലായിരുന്നു. ഞാനും കുഞ്ഞുങ്ങളും ഒക്കെ വളരെ സ്നേഹത്തിലും വളരെ എല്ലാവരുമായിട്ട് വളരെ സ്നേഹബന്ധം പുലർത്തുന്നതായിരുന്നു. അത് പറയാൻ എനിക്ക്, ഞങ്ങൾ വൈപ്പിക്കും സൺഡേ സ്കൂളിലും ഒക്കെ നല്ല ആക്റ്റീവായിട്ട് നിൽക്കുമായിരുന്നു. ഞാൻ കുഞ്ഞുങ്ങളെയും കൊണ്ട് പോയി എല്ലാ കാര്യങ്ങളിലും അവരെ ഞാൻ പങ്കു ചേർക്കുമായിരുന്നു. എന്നാന്ന് വെച്ചാൽ എനിക്ക് കിട്ടാത്ത ആ ഭാഗ്യം എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ആ ഭാഗ്യങ്ങളെല്ലാം കിട്ടണമെന്ന് എനിക്ക്, അവർ പ്രസംഗിക്കുന്നതിനും പാടുന്നതിനും സാക്ഷ്യം പറയുന്നതിനും വാക്യം പറയാം, അതൊക്കെ എനിക്ക് വളരെ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് അതൊന്നും കിട്ടിയിട്ടില്ല. എൻ്റെ കുഞ്ഞു ജീവിതത്തിൽ അവർ ജനിച്ച നാൾ മുതൽ അവർക്ക് യേശുവിനെ കാണുവാൻ ഒരുക്കി ആ കൃപയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. എൻ്റെ ജീവിതത്തിൽ കിട്ടാത്ത ഭാഗ്യം എൻ്റെ തലമുറ അനുഭവിക്കുന്ന കാണുമ്പോൾ ദൈവസന്നിധാനത്തിൽ കരയാത്ത ദിനങ്ങൾ എൻ്റെ ജീവിതത്തിൽ ചുരുക്കമാണ്. അതുകൊണ്ട് കൽക്കാജിന്ന് പോകാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. എങ്കില് അവര് പ്രാർത്ഥിക്കുന്നില്ല, ഞങ്ങൾ പോണോന്നൊന്നും പ്രാർത്ഥിക്കുന്നില്ല, ഞങ്ങൾ പോകരുതെന്ന് തന്നെ അവരുടെ വലിയ ആഗ്രഹം. പക്ഷെ ഞാൻ ദൈവദാസനോട് പറയുമ്പോ ദൈവദാസും എന്നെ, സിസ്റ്ററെ, ദൈവഹിത പ്രകാരം ദൈവം നിങ്ങളെ നടത്തട്ടെ, അങ്ങനെ മാത്രമേ പറയത്തുള്ളൂ. ഇവിടെ ഞങ്ങൾ വെക്കേഷന് വരുമ്പോ ഇവിടെ ഞങ്ങളുടെ സാംറ്റി ജോർജ് പാസ്റ്റർ പറയും, മനോജ് ബ്രദറിന്റെ ഫാമിലി കുടുംബമായിട്ട് ഇവിടെ വരാൻ ഞാൻ പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കും. 2 വശത്ത് ഒരേ പ്രാർത്ഥന, ദൈവം കേട്ടത്. അങ്ങനെ ഞാൻ ഫാമിലി വിസയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എങ്കില് ഞാൻ ലീവ് കൊടുത്തു. പക്ഷെ എനിക്ക് ഫാമിലി വിസ അപ്ലൈ ആയില്ല. ഹസ്ബൻഡ് വിളിച്ചു പറഞ്ഞു, ബിന്ദു, ഫാമിലി വിസ ശരിയായില്ല, നിങ്ങൾ വിസിറ്റിംഗ് വിസയ്ക്ക് തന്നെ കയറി വരണമെന്ന് പറഞ്ഞു. എങ്കില് പെട്ടെന്ന് വിസിറ്റിംഗ് വിസ എടുത്തു, ഞങ്ങൾ കയറി. അത് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതമായിട്ടൊരു സാക്ഷ്യമാണ്. ഞങ്ങള് കയറി, ഡൽഹി എയർപോർട്ടിൽ ഞങ്ങള് അകത്ത് കയറി.
വിസിറ്റിംഗ് വിസയ്ക്ക് അകത്ത് കയറി ഞങ്ങള് ലഗേജ് എല്ലാം പോയി. ഞങ്ങള് ബോർഡിങ്ങിനായി ഞങ്ങൾ അകത്ത് കയറി ഇരിക്കുമ്പോൾ മനുഷ്യാച്ചന്റെ ഫോൺ വന്നു. ബിന്ദു, ഫാമിലി വിസ അപ്ലൈ ആയി, 3 പേരുടെ ഫാമിലി വിസ കിട്ടിയെന്ന്. ഓ, എനിക്ക് വളരെ സന്തോഷം. എന്റെ ദൈവം എത്ര നല്ല ദൈവമാ! തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവം. ഞാൻ ഓർത്തുപോയി, എന്റെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് മറുപടി തന്നില്ല. ഈ വർഷം കാണത്തില്ല, ഇനി അടുത്ത വർഷമായിരിക്കും, ഇനിയും പ്രാർത്ഥിക്കാൻ ഇനി സമയങ്ങള് ദൈവം എനിക്ക് തരുമായിരിക്കും. എങ്കിൽ എന്റെ കർത്താവ് എന്റെ കരച്ചിലിന്റെ നടുവിൽ ഇറങ്ങി വന്നു. ആ അവിടുന്ന് ഞാൻ കേറുന്നതിന് മുമ്പ് തന്നെ ഫാമിലി വിസ ഇവിടെ ഇഷ്യൂ ആയി. മനുഷ്യൻ അന്നേരം തന്നെ ഞാൻ അപ്ലൈ ചെയ്തിട്ട് പറഞ്ഞു, ഖത്തറിൽ വന്ന് എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ ഫാമിലി വിസ കാണിച്ച് വേണം നീ ഇറങ്ങാനെന്ന്. ഡൽഹിയുടെ എയർപോർട്ടിൽ നിന്ന് ഞാൻ വിസിറ്റിംഗ് വിസയ്ക്ക് കുഞ്ഞുങ്ങളുമായി കയറി ഖത്തറിന്റെ പ്രദേശത്ത് ഞാൻ ഫാമിലി വിസയായിട്ട് ഞാൻ ഇറങ്ങി. ഞങ്ങൾക്ക് ഫാമിലി വിസ ഇഷ്യൂ ആയി. ഇവിടെ വന്നു ID അടിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ വെക്കേഷൻ കഴിഞ്ഞു. ഞങ്ങൾ ഡൽഹിയുടെ പട്ടണത്തിൽ ചെന്നു. ഞങ്ങൾക്ക് യാതൊരു ഇതുമില്ല, ഞങ്ങൾക്ക് ഫാമിലി വിസ കിട്ടും, ഞങ്ങൾ തിരിച്ച് ഇവിടെ തന്നെ, അങ്ങനെയൊന്നും ഉള്ള ഒരു ഇതിലല്ല നമ്മൾ പോകുന്നത്. മോൻ പഠിക്കുന്നു, മോൾ അവിടെ ആയിരിക്കുന്നു. ഇതെല്ലാം ചെന്ന് അവിടെ വീടുണ്ട്, എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്യുന്നു. അവിടുന്ന് ഞങ്ങൾ തിരിച്ചു ചെന്ന് മോന് അഡ്മിഷൻ വേണം ഞങ്ങൾക്ക് വരണമെങ്കിൽ. അത് അതിനേക്കാൾ വലിയൊരു അത്ഭുതം ദൈവം പലയിടത്തും ഞങ്ങൾ അഡ്മിഷൻ കൊടുത്തു, എങ്ങനെയോ അഡ്മിഷൻ ശരിയായില്ല. അപ്പോഴാണ് ഖത്തറിൽ ഒരു പുതിയ സിസ്റ്റം വന്നത്, ഈവനിങ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നെന്ന് പറഞ്ഞ ഒരു അനൗൺസ്മെന്റ്. അങ്ങനെ മനുഷ്യാച്ചൻ കുഞ്ഞിന് വേണ്ടി ഈവനിങ് ക്ലാസ്സിന് കൊടുത്തു. MES സ്കൂള്, ഇന്ത്യൻ സ്കൂളാണ്. പെട്ടെന്ന് അവൻ അവിടെ അഡ്മിഷൻ ശരിയായി. പെട്ടെന്ന് ഞങ്ങളെ വിവരം അറിയിച്ചു. അവിടുന്ന് മക്കള് രണ്ടും ഒക്ടോബറിൽ കയറി ഖത്തറി വന്നു. അന്ന് തന്നെ അവന്റെ ഇന്റർവ്യൂ കഴിഞ്ഞ് അവൻ അഡ്മിഷൻ ശരിയായി സ്കൂളിൽ. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും 15 ദിവസം ഞാൻ ഒറ്റയ്ക്ക് ഡൽഹിയുടെ പട്ടണത്തിൽ നിന്ന് അവിടെ ഇച്ചിരി കാര്യങ്ങളെല്ലാം മോന്റെ TC ഒക്കെ വാങ്ങിക്കണമായിരുന്നു. എല്ലാം കർത്താവ് തക്ക സമയത്ത് ക്രമീകരിച്ച് എന്നെയും ഈ ഖത്തറിന്റെ പ്രദേശത്തിലേക്ക് കൊണ്ടുവരാൻ ഇടയായി. നവംബർ 14-ാം തീയതി 18 വർഷത്തിന് ശേഷം കുടുംബമായിട്ട് ഖത്തറിന്റെ പ്രദേശത്ത് കടന്നു വരാൻ ഇടയായി. പക്ഷെ ദൈവത്തിന് എല്ലാരെയും കുറിച്ചും ഓരോ പദ്ധതിയും പ്ലാനുകളും ഉണ്ട്. ദൈവം വിളിച്ച് വേർതിരിക്കുമ്പോൾ ഓരോരുത്തരിലും ദൈവത്തിന്റെ ഓരോ പദ്ധതികളുണ്ട്. ആ കർത്താവ് ആ പദ്ധതികളെല്ലാം ചെയ്തെടുക്കും. ഡൽഹിയുടെ പട്ടണത്തിൽ വെച്ച് ഞാൻ നിലവിളിച്ച് ഓരോ പ്രാർത്ഥനാ വിഷയത്തിനും, ഞാൻ ഭൗതികമായ നന്മയ്ക്ക് വേണ്ടി ഒരിക്കലും ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. ആത്മീയ നന്മകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് ഉപവാസ പ്രാർത്ഥനയ്ക്ക് കടന്നു പോകണം കർത്താവേ. ദൈവത്തെ അറിഞ്ഞിട്ട് ഒരു പ്രാർത്ഥനാ ജീവിതമില്ല. ഉപവാസ പ്രാർത്ഥനയ്ക്ക് കടന്നു പോകാൻ പറ്റത്തില്ല. എന്നും ജോലി ജോലി ജോലി. ഈ ലോകത്തിന് വേണ്ടി ജോലി വേണം, നമുക്ക് വേണ്ടിയാണല്ലോ നമ്മൾ ഓടുന്നത്. ജോലി കഴിഞ്ഞ് തളർന്നു വന്നിരുന്നുള്ള പ്രാർത്ഥന, ദൈവം ഇതിൽ നിന്നൊക്കെ ഒരു വ്യത്യാസം, ഒന്ന് ഉപവസിക്കുവാൻ, കുടുംബമായി ഒന്ന് പ്രാർത്ഥിക്കുവാൻ, ആരാധനകൾക്ക് കടന്നു പോകുവാൻ. പക്ഷെങ്കില് എനിക്ക് ദൈവം ഡൽഹിയുടെ പട്ടണത്തിൽ 20 വർഷം ജോലി തന്നത് എനിക്ക് എല്ലാ സൺഡേയിലും എനിക്ക് വർഷിപ്പിന് കടന്നു പോകായിരുന്നു. എനിക്ക് സൺഡേയിൽ അവധിയായിരുന്നു. അതായിരുന്നു എന്റെ ദൈവം തന്ന എനിക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യം. എല്ലാ ആരാധനയ്ക്കും എനിക്ക് കടന്നു പോകാൻ പറ്റുമായിരുന്നു എന്റെ കുഞ്ഞുങ്ങളുമായിട്ട്. അതൊക്കെ ജീവിതത്തിൽ വളരെ ഭാഗ്യമുള്ള ഒരു കാര്യമായിരുന്നു. അങ്ങനെ ഖത്തറിന്റെ പ്രദേശത്ത് കടന്നു വന്നു. ഇവിടെ കടന്നു വന്നു. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം, ഇന്ന് രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നിലവിളിക്കുന്ന പ്രാർത്ഥന. പലപ്പോഴും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, പലപ്പോഴും ഞാൻ ദൈവസന്നിധാനത്തിൽ നിലവിളിച്ചിട്ടുണ്ട്. മറ്റുള്ളവരുടെ യാതനകളും കഷ്ടതകളും കഷ്ടപ്പാടുകളും രോഗത്താലും ഒക്കെ ഓരോരുത്തർ വലയുമ്പോൾ അവർക്കൊക്കെ വേണ്ടി ഒരു നിമിഷം രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റ് നിലവിളിക്കാൻ എന്റെ കർത്താവ് ഈ ഒരു വർഷം 2 മണി രാത്രിയിൽ ഞങ്ങൾക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ ഒരു സൂം മീറ്റിംഗ് ദൈവം അറേഞ്ച് ചെയ്തു. അവിടെ 5 മണിയാണ് ഡൽഹിയുടെ പ്രദേശത്തെങ്കിൽ 2 മണിക്ക് എഴുന്നേറ്റ് ദൈവത്തോട് അനേക വിഷയങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാൻ 10-35 സഹോദരിമാർ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ഗ്രൂപ്പിൽ ചേരുവാനും അന്ന് മുതൽ ഇന്ന് വരെയും ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥിക്കുവാനിടെ ക്രൈസ്തവ എഴുത്തുപുരയിലെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ചേർന്ന് അവിടെയും രാവിലെ വെളുപ്പിനെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുവാൻ ദൈവം കൃപ തന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഏത് രീതിയിലാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മൾ എത്രത്തോളം ദൈവത്തോട് അടുക്കുന്നു, അത്രത്തോളം ദൈവം നമ്മളോട് അടുത്ത് വരുന്ന ഒരു ദൈവമാണ്. നമ്മുടെ അടുത്ത് വന്ന് ദൈവം നിൽക്കുകയാണ്, കുഞ്ഞെ നീ എന്നോടൊന്ന് അടുത്ത് വരാൻ. നമ്മൾ ഒരിക്കലും അടുത്ത് വരത്തില്ല. എന്നാന്ന് വെച്ചാൽ നമ്മുടെ ഈ ലോകത്തിലെ മോഹങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ ശൈലികളും ഈ ദൈവത്തിന്റെ സ്നേഹം അറിയാൻ നമുക്ക് ആർക്കും നേരമില്ല. നമുക്കെല്ലാം ദൈവത്തിൽ നിന്ന് വേണം. കർത്താവിനെ അറിയുവാൻ ആർക്കും നേരമില്ല. എല്ലാവരും ഈ ലോകത്തിലോട്ട് നോക്കുമ്പോൾ അതിലൂടെയുള്ള പായച്ചിലുകളാണ് എല്ലാവരുടെയും ജീവിതം. എങ്കിൽ ദൈവത്തോട് നമ്മൾ അടുക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ വാഞ്ചി എന്താന്ന് ദൈവം ഒന്ന് അറിയുമ്പോൾ ദൈവം നമ്മളോട് അടുത്തു വരുന്ന ദൈവമാണ്. ആ കാൽവറി ക്രൂശിൽ കർത്താവിന്റെ ജീവൻ കൊടുത്ത് നമ്മളെ ഓരോരുത്തരെയും വിലക്കി വാങ്ങിയ ആ സ്നേഹത്തിന്റെ നീളവും ആഴവും വീതി ഒന്നും നമുക്ക് ആർക്കും വർണ്ണിക്കാൻ കഴിയാത്തതിലധികമാണ് നമ്മളെ ദൈവം തിരഞ്ഞെടുത്തത്. രക്ഷ എപ്പോഴും നമുക്ക് സൗജന്യമാ.
അതാണ് ജീവിതത്തിൽ മനുഷ്യന് വേണ്ടാത്തത്. രക്ഷയെക്കുറിച്ച് പറയുമ്പോൾ അത് തള്ളിക്കളയുന്ന മനുഷ്യരാണ്. പക്ഷേ ഈ രക്ഷ അറിഞ്ഞു കഴിയുമ്പോൾ കർത്താവ് അത് സൗജന്യമായ നമുക്ക് തരുന്നത് ആ രക്ഷയൊന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ദൈവത്തിന്റെ സ്നേഹം എത്ര വലുതാ. അപ്പോഴൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഓർത്തിട്ടുണ്ട്, ദൈവമേ, എൻ്റെ മാതാവ് എൻ്റെ കുഞ്ഞിലേ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് യേശുവിനെ അറിഞ്ഞത് എന്തുകൊണ്ട് എൻ്റെ മാതാവിന്റെ ദൈവത്തെ എനിക്കറിയാൻ കഴിഞ്ഞില്ല? എനിക്ക് ഇത്രയും പ്രായം കഴിഞ്ഞാണല്ലോ ദൈവത്തെ അറിയാൻ കഴിഞ്ഞത്. കുഞ്ഞിലേ ആ ദൈവത്തെ അറിയുവായിരുന്നു. ആ ദൈവത്തിന്റെ സ്നേഹം ഒന്ന് 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 രുചിച്ചറിയുമായിരുന്നു എത്ര നല്ലതായിരുന്നു എന്ന് ഞാൻ എത്രയോ വട്ടം ഓർത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പലപ്പോഴും ഞാൻ എൻ്റെ ഭവനത്തിന്റെ ഉള്ളിലിരുന്ന് ഞാൻ ഇങ്ങനെ ഓർക്കും, എൻ്റെ മാതാവ് വന്നുകൊണ്ട് ഉപദ്രവവും അടിയും ഇടിയും എല്ലാം യേശുവിനെ അറിഞ്ഞ ആ സ്നേഹം എത്ര വലുതായിട്ട് എൻ്റെ മാതാവ് തള്ളിക്കളയാൻ. എത്രയോ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, തള്ളിക്കള യേശുവിനെ, എന്തിനാണ് ഇങ്ങനെ ഉപദ്രവം സഹിക്കുന്നത്? എങ്കിലും മാതാവ് പറയും, ഈ യേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് ഞാൻ ഒരിക്കലും എന്നെ മാറ്റാൻ ആർക്കും കഴിയത്തില്ല. അത്ര വലുതാണ് എൻ്റെ യേശുവിന്റെ സ്നേഹം. ഇപ്പോഴും അതിന്റെ ആഴം എനിക്ക് മനസ്സിലാകുന്നത്. യേശുവിന്റെ സ്നേഹം ഇപ്പൊ എന്നോട് പറയുക, ഞാൻ ഒരിക്കലും തള്ളിക്കളയത്തില്ല. എൻ്റെ കർത്താവിനെ പോലെ എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം ഈ ലോകത്തിലില്ല. അനേക വിഗ്രഹങ്ങളെ സ്നേഹിച്ച് അനേക വിഗ്രഹങ്ങളുടെ മുന്നിൽ കൈകൂപ്പി നിന്ന എന്നെ എൻ്റെ കർത്താവ് ആ രക്തം തന്ന്, അവസാന തുള്ളി രക്തം വരെയും തന്ന് എന്നെ രക്ഷിച്ച ആ ദൈവത്തെ ഞാൻ എങ്ങനെ മറക്കും? എനിക്ക് ആ രക്ഷ എൻ്റെ ദൈവം തന്നതാണ്. ഞാൻ ഒരിക്കലും എൻ്റെ ദൈവത്തെ തള്ളിക്കളയത്തില്ല. എൻ്റെ ദൈവത്തെ അറിഞ്ഞതാണ് ഈ ലോകത്തിൽ, എൻ്റെ യേശുവിനെ അറിഞ്ഞതാ ഈ ലോകത്തിലെ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. ആ ഭാഗ്യത്തിൽ കൂടുതൽ ഒരു ഭാഗ്യം എൻ്റെ ജീവിതം ഈ ലോകത്തിൽ എന്തെല്ലാം എനിക്ക് കിട്ടിയാലും അതെന്റെ ഒരു ഭാഗ്യമല്ല. എൻ്റെ കർത്താവിനെ അറിഞ്ഞതാണ് എൻ്റെ ഭാഗ്യം. ആ രക്ഷ നേടിയതാണ് എൻ്റെ ഭാഗ്യം. അതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഖത്തറിന്റെ പ്രദേശത്ത് വന്നിട്ട് 1 വർഷമായി. കർത്താവ് കരങ്ങളിൽ സൂക്ഷിക്കുന്ന വിധങ്ങളെ ഓർത്ത് സ്തുതിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ഞാൻ ആത്മീയ ജീവിതത്തിൽ എങ്ങനെയായിരുന്നു, അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായ ഒരു ആത്മീയ ജീവിതം നയിക്കുവാൻ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഇടയാക്കി. പലപ്പോഴും ദൈവദാസന്മാർ എന്നോട് ദൂത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചിലപ്പോൾ എൻ്റെ ജീവിതത്തിന്റെ വഴിയിലെ ട്രാക്കുകൾ തെറ്റി ഓടുമ്പോൾ ജീവിതത്തിൽ വന്ന പാകപ്പഴകള്, കുറവുകൾ ഒക്കെ ആയിരിക്കാം നമുക്ക് കൃപയും കൃപാവരങ്ങളും ഒക്കെ കിട്ടാതെ പോകുന്നത്. ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത് പോലെ സ്വർഗത്തിന്റെ താക്കോൽ നമ്മളെ ഏൽപ്പിക്കുമ്പോൾ അത് വിശ്വസ്തയോട് വ്യാപാരം ചെയ്യുന്നവരായിരിക്കണം നമ്മൾ. അതിൽ എന്തെങ്കിലും ഒരു പിഴവ് പറ്റിയാൽ അത് തന്ന് ഞാൻ വിശ്വസ്തനായ ദൈവം എന്തുമാത്രം സങ്കടപ്പെടുന്നുണ്ട്. ആ താക്കോൽ നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കണേ, നമ്മളെ അതുപോലെ രൂപാന്തരപ്പെടുത്തി ആ കുശവൻ തന്റെ കളിമൺ ആ ചക്രത്തിൽ വെച്ച് ഒരു പാത്രം രൂപാന്തരപ്പെടുത്തി എടുക്കുന്നത് പോലെ നമ്മളെ എടുത്തു കഴിഞ്ഞേ അത് തരത്തുള്ളൂ ദൈവം. ദൈവത്തിന് തരണമെന്ന് ദൈവം നമ്മളിൽ നോക്കുമ്പോഴേ നമുക്കത് തരാൻ പറ്റത്തുള്ളൂ. അനേക സ്ഥലങ്ങളിൽ ഈ ഖത്തറിന്റെ പ്രദേശത്ത് വന്ന് ഞാനും എൻ്റെ മാതാവും വിശ്വാസ ജീവിതത്തിൽ കടന്നു വന്നിട്ട് എൻ്റെ മാതാവ് ഇത്രയും ഉപദ്രവവും ഒക്കെ സഹിച്ച് ജീവനുള്ള സാക്ഷിയായിട്ട് എൻ്റെ മാതാവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നത്. എങ്കില് എൻ്റെ മാതാവ് എങ്ങും സാക്ഷി പറയാൻ നിന്നിട്ടില്ല. ഞാനും എൻ്റെ ജീവിതത്തിൽ ഇതുവരെ സാക്ഷി പറഞ്ഞിട്ടില്ല. സാക്ഷി പറയും, ഞായറാഴ്ച എഴുന്നിട്ട് ഒരാഴ്ച കാലം ദൈവം കരങ്ങളിൽ സൂക്ഷിച്ചു, ഈ ഒരു സാക്ഷിയേ ഉള്ളൂ. നമ്മുടെ ഉള്ളില് ജീവനുള്ള ഒരു സാക്ഷി വരും. പക്ഷെങ്കിൽ ഈ ഖത്തറിന്റെ പ്രദേശത്ത് വന്ന അനേക സ്ഥലങ്ങളില് ദൈവത്തിന്റെ സാക്ഷിയായിട്ട്, ജീവനുള്ള സാക്ഷിയായി, ദൈവത്തിന്റെ വചനമായിട്ട് എഴുന്നേറ്റ് നിൽക്കുവാൻ ഈയുള്ള ദിവസങ്ങൾ കർത്താവ് എനിക്ക് ഇട തരുന്ന ദൈവത്തിന്റെ സ്നേഹത്തെ ഓർത്ത് ഞാൻ സ്തുതിക്കും. ഞാൻ എപ്പോഴും പറയും, ഇതിനൊന്നും ഒരു അർഹതയുള്ളവളല്ല ഞാൻ. എനിക്കൊരു വാക്കുപോലും ദൈവസന്നിധാനത്തിൽ പറയാനുള്ള പ്രാഗൽഭ്യമില്ല. എങ്കില് ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞ അർഹതയില്ലാത്ത സ്ഥാനത്താണ് കൃപയിൽ നമ്മളെ അർഹതയുള്ളവരാക്കി കർത്താവ് നിർത്തിയിരിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറച്ച് കർത്താവ് ഓരോ ദിനവും നടത്തുന്ന വിധങ്ങളെ ഓർത്ത് ഞാൻ സ്തുതിക്കുകയാണ്. ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത് പോലെ ഞാനും എൻ്റെ കുടുംബമോ യഹോവയെ സേവിക്കും. എൻ്റെ ജീവിതത്തിൽ ഈ ലോകത്തില് എൻ്റെ മാതാവ് നിന്നെ അനുഭവിച്ചപ്പോൾ നിന്റെ മക്കൾ എവിടെ പോയി ജീവിക്കും, നിന്റെ മക്കളുടെ ഭാവി എന്താകും, നിന്റെ മക്കളെ നീ എവിടെ കെട്ടിച്ചു വിടും എന്നൊക്കെ ചോദിച്ചവരുടെ മുന്നിൽ അവരൊക്കെ ഞങ്ങളോട് പറയുവാൻ ഇടയായി. നീയും നിന്റെ മാതാവും വിളിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണെന്ന് പറയുവാൻ ഇടയായി. മാതാവിന്റെ മരണസമയത്തൊക്കെ വളരെ അത്ഭുതം നടന്ന ഒരു മരണവും അടക്കവും ഒക്കെ ആയിരുന്നു. ആ മാതാവിന്റെ മരണസമയത്ത് മാതാവിനെ കാണാൻ വന്നപ്പോൾ, അവരും ഒരു വിശ്വാസിയാണ്, കാണാൻ വന്നപ്പോൾ ആ സ്പോട്ടിൽ വെച്ച് തന്നെ വചനം കേട്ടോണ്ടിരിക്കും, മരണം ഇപ്പൊ സംഭവിക്കുമെന്ന് ദൈവദാസന്മാര് വിളിച്ചു പറഞ്ഞപ്പോൾ അവിടെ വെച്ച് തന്നെ മരണം സംഭവിച്ചു. അതുപോലെ തന്നെ അനേകർ യേശുവിനെ കാണുവാൻ ഇടയായി. അമ്മയുടെ ഒരു സഹോദരി വിശ്വാസ ജീവിതത്തിലാണ്, വർഷങ്ങളായി അവർ കുടുംബമായിട്ട്, പക്ഷെ അവരുടെ ഹസ്ബൻഡ് ഇതുവരെയും വിശ്വാസത്തിൽ വന്നിട്ടില്ലായിരുന്നു. മാതാവിന്റെ മരണവും ആ ശുശ്രൂഷയും ആ വചനവും ഒക്കെ കേട്ട് ആ അങ്കിള് 2 മാസം കഴിഞ്ഞപ്പോൾ കർത്താവിന് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ജനത്തെ സ്നാനപ്പെട്ട് വിശ്വാസ ജീവിതത്തിലേക്ക് വരുവാൻ ഇടയായി. വളരെ അത്ഭുതമായിരുന്നു. എന്നാന്ന് ചോദിച്ചാൽ
കർത്താവിനെ രുചിച്ചറിഞ്ഞുകൊണ്ട് പൗലോസ് പറയുന്നത് പോലെ ദൈവത്തിൽ വിശ്വസിച്ച് ആഴമേറിയ ആ വിശ്വാസം ഒന്നും ആ ദൈവത്തിന്റെ സ്നേഹം, കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ യാതൊന്നും മാറ്റിക്കളയുവാൻ ഇടയാകത്തില്ല. എന്ന് വെച്ചാൽ അത്ര വലിയ സ്നേഹമായി ദൈവത്തിന്റെ സ്നേഹം. അതറിയാൻ ഒരു ഭാഗ്യം കിട്ടുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായി യേശുവിന്റെ സ്നേഹം. അതറിയുവാൻ എൻ്റെ ജീവിതത്തിൽ ഇടയായി. ഈ ഖത്തറിന്റെ പ്രദേശത്ത് ഞാനും എൻ്റെ കുടുംബവും ആയിരിക്കുന്നു. ഞങ്ങൾ വളരെ സന്തോഷത്തോടെ ആത്മീയ ജീവിതം ഞങ്ങൾ നയിക്കുന്നു. ദൈവം ഓരോ ദിവസവും നടത്തുന്ന വിധങ്ങളെ ഓർത്ത് സ്തുതിക്കുകയാണ്. സ്തോത്രമാണ്. അതുപോലെ തന്നെ ഈ ഖത്തറിന്റെ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചില്ല വചനം പഠിക്കണമെന്നൊന്നും. പക്ഷെ ഖത്തറിന്റെ പ്രദേശത്ത് കടന്നു വന്നു കഴിഞ്ഞപ്പോ കർത്താവ് അതിനും എനിക്കൊരു വഴിത്തിരിവാക്കി. ഞാൻ ഖത്തറിന്റെ പ്രദേശത്ത് കടന്നു വരുമ്പോൾ ഞാൻ ആഗ്രഹിച്ചു, ദൈവമേ ആ ദേശത്ത് ചെന്ന് ജോലി ചെയ്യുവാൻ ഇടയാകണം. ഇനി എനിക്ക് ജോലി ചെയ്യാൻ വയ്യ. വീണ്ടും അതുപോലൊരു ലൈഫ്, ഓട്ടം, ഒരു പ്രാർത്ഥനാ ജീവിതമില്ല, ദൈവത്തോട് അടുക്കാൻ പറ്റത്തില്ല. പിന്നെയും ലോകത്തിന്റെ ഇതായിട്ടുള്ള ഒരു ആവശ്യത്തിന് നമുക്ക് കഴിക്കാനും കുടിക്കാനും എല്ലാ ആവശ്യങ്ങൾക്ക് ദൈവം നമുക്ക് തരുന്നുണ്ട്. വാരിക്കോരി കൂട്ടി വെക്കുന്നതിനെക്കാട്ടിലും നല്ലത് ദൈവസന്നിധാനത്തില് ആവശ്യത്തിന് കർത്താവ് തരുന്നുണ്ട്. അത് സ്തോത്രം പറഞ്ഞ് ദൈവസന്നിധാനത്തിൽ ദൈവത്തെ വിളിച്ച് ജീവിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നി. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചില്ല ഒരു ബൈബിൾ കോളേജിൽ എനിക്ക് ചേരാൻ പറ്റും, ഈ ജീവന്റെ വചനം എനിക്ക് പഠിക്കാൻ പറ്റുമെന്നൊന്നും ഞാൻ ആഗ്രഹിച്ചില്ല. ഞാൻ ഈ ഖത്തറിന്റെ പ്രദേശത്ത് വന്നപ്പോൾ ഇവിടെ ആദ്യമായിട്ട് ഒരു ബൈബിൾ കോളേജ് തുറക്കുവാൻ ഇടയായി. അത് ഞങ്ങളുടെ ചർച്ചയിൽ അലോൺസ്മെന്റ് ചെയ്തു. അന്നേരം തന്നെ ഞാൻ തീരുമാനമെടുത്തു, എനിക്കും പഠിക്കണം. ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചു, ഞാനും ബൈബിൾ കോളേജിൽ പഠിച്ചോട്ടെ, ഫീസ് അടയ്ക്കണം. എന്നേരം എന്നോട് ചോദിച്ചു, നിന്റെ ഈ വലിയ ആഗ്രഹമല്ലേ, നീ ബൈബിൾ കോളേജിൽ പഠിച്ചു, നീ ചേർന്നോ? എന്റെ ഫോം പൂരിപ്പിച്ചപ്പോ ഹസ്ബൻഡിനും തോന്നി, ദൈവമേ അവള് വചനം പഠിക്കുകയാണല്ലോ, എനിക്കും വചനം പഠിക്കണം. ഞങ്ങൾ രണ്ടും ഒരുമിച്ച്, അച്ഛനും പല ദൈവിക പ്രവർത്തനങ്ങൾക്കായി ആഴ്ചകളിൽ എന്നും കടന്നു പോകാറുണ്ട്, ബിസിയാണ്. അന്നേരം ഞാനും ഓർത്തു, അതൊക്കെ ജീവിതത്തിൽ ഏറ്റവും നല്ലതാണ്. കർത്താവിന് വേണ്ടി നമ്മൾ സമയങ്ങൾ ദൈവം നമുക്ക് വേണ്ടി സമയം ചെലവഴിച്ച് നമ്മുടെ അടുത്ത് വന്നിരിക്കുന്ന ദൈവം നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മൾ ആഗ്രഹിക്കുന്നതിന് മുമ്പ് നമ്മുടെ സ്വർഗത്തിലെ പിതാവ് നമ്മുടെ കാര്യങ്ങൾ അറിഞ്ഞ് നമ്മൾക്ക് വേണ്ടി ചെയ്യുന്ന ദൈവം. ആ ദൈവത്തിന് വേണ്ടി നമ്മുടെ ജീവിതം ഒന്ന് സമർപ്പിക്കുമ്പോൾ കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് അടുത്ത് വരുന്ന ദൈവമാണ്. ഈ ദൈവത്തിന്റെ സ്നേഹം അറിയാൻ എൻ്റെ ജീവിതത്തിൽ കർത്താവ് ഒരു അവസരം ഒരുക്കിയ, ഞാൻ ഹിന്ദുവായിരുന്ന എന്നെ മാനിച്ചതുപോലെ ഞങ്ങളുടെ ഭവനത്തിലൊന്നും ആരെയും ദൈവം മാനിച്ചിട്ടില്ല, ഒരു തലമുറകളെയും മാനിച്ചിട്ടില്ല. എൻ്റെ കുഞ്ഞുങ്ങളെ മാനിച്ചതുപോലെ ഈ പ്രദേശത്തൊക്കെ കടന്നു വരാൻ എൻ്റെ കർത്താവ് എന്നെ ഒരുക്കിയ കൃപകളെ ഓർത്ത് ഞാൻ സ്തുതിക്കും. ഞാൻ ഇപ്പോഴും ഓർക്കും, എന്തൊരു യോഗ്യത ഉണ്ടായിട്ടാണ് ഈ ഗൾഫിന്റെ പ്രദേശത്തൊക്കെ കടന്നു വന്ന് ഈ കർത്താവിനെ അറിഞ്ഞത് കൊണ്ട്, ഈ ജീവന്റെ വചനം, ഈ ബൈബിൾ എടുത്തത് കൊണ്ടല്ലേ കർത്താവ് എല്ലാ ദേശത്തും നമ്മളെ മാനിച്ച് നിർത്തുന്നത്. ദൈവത്തിന്റെ ആ സ്നേഹത്തെ ഓർത്ത് സ്തുതിക്കുന്ന, എന്നെ കേൾക്കുന്ന എൻ്റെ സാക്ഷ്യം കേൾക്കുന്ന ഓരോരുത്തരും ഈ ദൈവത്തെ അറിയുവാൻ, ഈ കർത്താവിനെ രുചിച്ചറിയുവാൻ ഞാൻ ഓരോരുത്തരെയും ആഹ്വാനം ചെയ്യുവാണ്. ജീവന്റെ വചനം നിങ്ങളുടെ കയ്യിലുണ്ട്, വചനം വായിക്കണം. വചനം നമ്മളെ ക്രിയ ചെയ്യുന്നതാണ്. വചനം നമ്മളെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതാണ്. നമുക്ക് രോഗത്തിൽ നിന്ന് നമുക്ക് സൗഖ്യം തരുന്നതാണ്. ദൈവത്തിന്റെ വചനം ജീവനുള്ളതാണ്, ജീവനും ചൈതന്യമുള്ള വചനമാണ്. ആ വചനത്തെ സ്നേഹിക്കണം. ആ വചനം നമ്മളെ രക്ഷിക്കും. കർത്താവിൽ മാത്രം, യേശു ക്രിസ്തുവിൽ മാത്രമേ ഉള്ളൂ രക്ഷ, മറ്റാരിലും രക്ഷയില്ല. എവിടെയെല്ലാം ജനം കടന്നുപോയി പ്രാർത്ഥിക്കുക, അവിടെ എങ്ങും ഒരു രക്ഷയില്ല. യേശു ക്രിസ്തുവിൽ മാത്രമേ ഉള്ളൂ രക്ഷ. ആ രക്ഷ നേടുവാൻ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് എന്റെ സാക്ഷ്യത്തിൽ ഒരു മിനിറ്റ് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ സാക്ഷ്യത്തിൽ നിന്നു. അൻപുള്ള ദൈവമേ, സ്വർഗസ്വപിതാവേ, നന്ദിയുള്ള ഹൃദയത്തോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നല്ല സമയത്തിനായി സ്തോത്രം കർത്താവെ. ആരമ ടി വിയിൽ ഒരു പ്രാവശ്യം കൂടെ എന്റെ ഹല്ലേലൂയ സാക്ഷി പറയുവാൻ കർത്താവ് ഒരുക്കി തന്ന കൃപകൾക്കായി സ്തോത്രം. ദൈവമേ, ദാനിയേൽ പാസ്റ്ററിനെയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവദാസനെ ഹല്ലേലൂയ, ദൈവമേ, അനേകരുടെ ഹല്ലേലൂയ ജീവിതം, ഹല്ലേലൂയ സാക്ഷ്യം കർത്താവെ അനേകരിലേക്ക് പകരുവാൻ കർത്താവിയുള്ള ദിവസങ്ങളിൽ ദൈവദാസനെ ഒരുക്കുന്ന വിധങ്ങളെ ഓർത്ത് സ്തുതിക്കുന്നു. ആയിരിക്കുന്ന സ്ഥാനത്തെല്ലാം കർത്താവെ ദേവദാസനെയും കുടുംബത്തെയും കർത്താവ് കരങ്ങളിൽ സൂക്ഷിക്കണമേ. ആരമ ടി വിയെ ഹല്ലേലൂയ അവിടുത്തെ ടീം പ്രവർത്തകരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, ഇങ്ങനെ ഒരു അവസരം തന്ന ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോട് സ്തുതിക്കുന്നു. ദൈവത്തെ കൂടുതലായി സ്നേഹിക്കുവാൻ, ദൈവത്തിന്റെ സന്നിധാനത്തിൽ കൂടുതലായി അടുത്ത് ചെല്ലുവാൻ ദൈവം പിന്നെയും ഒരുക്കി തരുന്ന കൃപകളെ ഓർത്ത് സ്തുതിക്കുന്നു. പിന്നെയും പരിശുദ്ധാത്മാവിന്റെ കൃപയും ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന യാചനയും കേട്ടതിനായി സ്തോത്രം. വേഗം വരുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കണം സ്വർഗ്ഗീയ പിതാവേ. ആമേൻ, ആമേൻ. ആമേൻ, ആമേൻ. താങ്ക് യു പ്രിയ ബിന്ദു മനോജ് സിസ്റ്റർ. ഇത്രത്തോളം സമയം ദൈവം നടത്തിയ അതിശയകരമായ ജീവിതത്തിന്റെ നല്ല അനുഭവങ്ങൾ, ഓർമ്മകൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ദൈവത്തിന് മഹത്വം കരയേറ്റുകയും പ്രിയ സിസ്റ്ററിനോടുള്ളതായ നന്ദിയും കടപ്പാടും ഇത്തരണത്തിൽ അറിയിക്കുകയും ചെയ്യുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഇത്തരണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.
ദൈവം എല്ലാ നന്മയ്ക്കായി തക്ക സമയത്ത് ചെയ്യുന്ന ദൈവമാണ്. ഒരുപക്ഷെങ്കിൽ നമുക്ക് യോഗ്യതകളൊന്നും പ്രത്യക്ഷമായിട്ട് പറയാൻ കാണില്ലായിരിക്കാം. നമ്മൾ കാണുന്നത്, നമ്മളെക്കുറിച്ച് നമ്മൾ അറിയുന്നത് ലോകപ്രകാരമുള്ള അറിവനുസരിച്ചാണ്. അതുകൊണ്ട് പലപ്പോഴും നമ്മളെക്കുറിച്ചുള്ള അറിവ് നമുക്ക് വേണ്ടതുപോലെ ഇല്ല എന്നുള്ളതാണ് സത്യം. പ്രപഞ്ച സൃഷ്ടിക്ക് മുന്നമേ ദൈവം തനിക്ക് വേണ്ടി ചിലരെയൊക്കെ വേർതിരിച്ച് ദൈവം അവരുടെ പേര് എഴുതി വച്ചിട്ടുണ്ട്. അതത് സമയമാകുമ്പോൾ അവരെ ദൈവം ഈ ഭൂമിയിലേക്ക് അയക്കുകയും അവരെ കൊണ്ട് ദൈവത്തിന് ചെയ്തെടുക്കേണ്ടുന്ന ചില ദൗത്യങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്യും. നമ്മൾ വിചാരിക്കരുത് ഒരു വ്യക്തി ഈ ഭൂമിയിൽ വന്നാൽ ജനിച്ച നാൾ മുതൽ മരിക്കുന്നത് വരെ ആ വ്യക്തി ദൈവത്തിൻ്റെ പ്രവർത്തികൾ തുടർന്നുകൊണ്ടിരിക്കും എന്ന്. ദൈവം ഒരു പ്രത്യേക പ്രവർത്തിക്ക് വേണ്ടിയിട്ടാണ് ഓരോ വ്യക്തികളെയും ഈ ഭൂമിയിലേക്ക് അയക്കുന്നത്. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മെ കൊണ്ട് ചിലപ്പം ഒരു കാര്യമായിരിക്കാം ദൈവം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ചിലപ്പോൾ ഒന്നിലധികം കാര്യങ്ങളായിരിക്കാം. ആ ഒരു കാര്യം ദൈവം മറ്റാരെ കൊണ്ടും ചെയ്യിപ്പിക്കുകയില്ല. അതിനുവേണ്ടി ദൈവം നമ്മളെ വേർതിരിച്ച് നിർത്തും. അപ്പൊ നമുക്കറിയാം, മന്ത്രിസഭയിലൊക്കെ ഒരു പ്രാവശ്യം മന്ത്രിയായി കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ജീവിതകാലം മുഴുവനും ആ മന്ത്രി പദത്തിൻ്റെതായ ആദരവുകളും അംഗീകാരങ്ങളും അലവൻസുകളും ഒക്കെ അവരുടെ ജീവിതകാലം മുഴുവനും ലഭിക്കുവാൻ ഇടയായിത്തീരും. എന്നതുപോലെ കർത്താവ് നമ്മളെ ഏൽപ്പിച്ച ആ ഒരു ഉത്തരവാദിത്തം നാം വിശ്വസ്തയോടുകൂടി ചെയ്യുമെങ്കിൽ നമ്മുടെ ജീവിതകാലം മുഴുവനും നമ്മളെ ദൈവം ഏൽപ്പിച്ച ആ ശുശ്രൂഷയുടെ മാഹാത്മ്യം, അതിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ തുടരുവാൻ ഇടയാകും. നമ്മുടെ തലമുറകൾക്കും അതിൻ്റെ മഹത്വം ലഭിക്കുവാൻ ഇടയായിത്തീരും. പ്രിയ മാതാവിനെ കുറിച്ചുള്ള വാക്കുകൾ പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ കാര്യം എൻ്റെ ഹൃദയത്തിലേക്ക് വന്നത്. വാത്സല്യ മാതാവിനെ ദൈവം തിരഞ്ഞെടുത്തു. സിസ്റ്ററിനെ ദൈവം അതിൽ നിന്ന് മുന്നമേ ദൈവം കണ്ടിരുന്നു. സിസ്റ്ററിൽ നിന്ന് ജനിക്കാൻ പോകുന്ന തലമുറകളെയും ദൈവം അതിൽ നിന്ന് കണ്ടിരുന്നു. ഓക്കെ, നമ്മൾ നമ്മുടെ തലമുറകളെ കാണുമ്പോൾ വരാനിരിക്കുന്ന എത്രയോ തലമുറകളെ സ്വർഗത്തിലെ ദൈവം മുന്നമേ കണ്ടിരിക്കുന്നു. അതിന് ഒരാരംഭമായി, അതിലൊരു കണ്ണിയായി ദൈവം നമ്മളെ മാറ്റുന്ന ചില അനുഭവങ്ങളുണ്ട്. ഒരുപക്ഷെങ്കിൽ നമുക്ക് താല്പര്യമില്ലായിരിക്കാം, നമുക്കിഷ്ടമല്ലായിരിക്കാം. തക്ക സമയമാകുമ്പോൾ നമ്മുടെ ഇഷ്ടങ്ങളല്ല, കർത്താവിൻ്റെ ഇഷ്ടം കർത്താവ് നമ്മിലൂടെ നിവർത്തിക്കും. ശൗൽ ഒരിക്കലും ആഗ്രഹിച്ചില്ല ഒരു ദൈവോഹിതനായി തീരുമെന്നോ കർത്താവിൻ്റെ ദാസനായി മാറുമെന്നോ ശൗൽ ഒരിക്കലും ചിന്തിച്ചില്ല. കർത്താവിന് എതിരായി പ്രവർത്തിച്ചവൻ, ദൈവമക്കളെ കൊല്ലുവാൻ ഇറങ്ങിപ്പുറപ്പെട്ടവൻ, അതിന് കൂട്ടുനിന്നവൻ, ദോഷം പ്രവർത്തിച്ചവൻ. പക്ഷെ തക്ക സമയത്ത് കർത്താവ് ശൗലിനെ പിടിച്ചു, ശൗലിനോട് സംസാരിച്ചു. കർത്താവ് തനിക്കായിട്ട് പ്രയോജനമുള്ള ഒരു പാത്രമായിട്ട് ശൗലിനെ വേർതിരിച്ചു, പൗലോസാക്കി മാറ്റി. നമുക്കറിയാം, ഈടുറ്റ 14 ലേഖനങ്ങൾ എഴുതുവാൻ, കർത്താവിന് വേണ്ടി അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ നിർവഹിപ്പാൻ ദൈവം പൗലോസിനെ ഉപയോഗിപ്പാൻ ഇടയായി തീർന്നു. പൗലോസിന്റെ പ്രത്യേകിച്ച കഴിവൊന്നുമല്ല, പൗലോസിനെ ദൈവം തിരഞ്ഞെടുത്തതാണ്, ദൈവം അഭിഷേകം ചെയ്തതാണ്, ദൈവം ശുശ്രൂഷ ഭരമേൽപ്പിച്ചതാണ്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ താല്പര്യം, ഇപ്പോൾ സിസ്റ്റർ ഡൽഹിയിൽ പോയി, ഡൽഹിയിൽ നിന്ന് ഖത്തറിലേക്ക് പോയി. തലമുറകളെ, അവരെക്കുറിച്ചുള്ള ഭാവി പദ്ധതികളും ദൈവം തമ്പുരാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നിശ്ചയമായിട്ടും
ദൈവ പദ്ധതിയിൽ നാം പങ്കാളികളാകുവാൻ, വിശ്വസ്തയോടുകൂടി നിൽക്കുവാൻ, നാം സമർപ്പിക്കുവാൻ തയ്യാറാകുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ദൈവം ആക്കിയിരിക്കുന്ന ഇടത്ത്, അയച്ചിരിക്കുന്ന ഇടത്ത് ദൈവത്തിന് പ്രയോജനപ്പെടുവാൻ, നല്ല സാക്ഷ്യം വഹിക്കുവാൻ, ഫലം പുറപ്പെടുവിക്കുവാൻ ഇടയായിത്തീരും. നമ്മൾ കർത്താവിനെ സ്വീകരിച്ചതല്ല, നമ്മൾ കർത്താവിനെ അംഗീകരിച്ചതും വിശ്വസിച്ചതുമല്ല. പകരം കർത്താവ് നമ്മളെ കണ്ടു, കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തു, കർത്താവ് നമ്മളെ ആക്കി വച്ചിരിക്കുന്നു നല്ല ഫലം പുറപ്പെടുവിക്കുവാൻ, നിലനിൽക്കുന്ന ഫലം പുറപ്പെടുവിക്കുവാൻ. കർത്താവ് നമ്മളെ സ്നേഹിച്ചു. കർത്താവ് ക്രൂശിൽ നമുക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം വരെയും ചീന്തി അവന്റെ സ്നേഹം നമ്മൾ നിറച്ചു തന്നു. ആ സ്നേഹം സാക്ഷ്യം കേൾക്കുന്ന അനേക പ്രിയപ്പെട്ടവർക്ക് പകർന്നു ലഭിക്കുവാൻ ഇടയായി തീരട്ടെ എന്ന് ഇത്തരണത്തില് ഞാനും ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമ്മൾ ജനിച്ചു വളർന്ന കുലമോ കുടുംബമോ സാഹചര്യമോ വളർന്നു വന്ന പശ്ചാത്തലമോ വിദ്യാഭ്യാസമോ ഒന്നും ഇതിന് കാരണമല്ല. ക്രൂശിലെ സ്നേഹം ഒന്ന് മാത്രം, കർത്താവിൻ്റെ സ്നേഹം ഒന്ന് മാത്രം. ആ സ്നേഹത്താൽ സിസ്റ്റർ ആമേൻ ശുശ്രൂഷയിൽ വർദ്ധിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന് വേണ്ടി നല്ല സാക്ഷ്യം വഹിക്കുവാൻ, കർത്താവിന് വേണ്ടി അവസാനം വരെ നിലകൊള്ളുവാൻ കൃപ ചെയ്യട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന് അരോമ ടി വിയിൽ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട സമയങ്ങൾ സാക്ഷ്യം ചിലവഴിച്ചതിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രേക്ഷകർക്ക് ഈ സാക്ഷ്യം ഒരു വേറിട്ട അനുഭവമായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്കും ഈ സാക്ഷ്യം ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെടട്ടെ. അതിലൂടെ ദൈവനാമം മഹിമപ്പെടുവാൻ മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളുമായി പങ്കിടുവാൻ തയ്യാറായാൽ ഞങ്ങൾ ആ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്കും അവസരമുണ്ട്. നിങ്ങൾക്കും അതിൽ പങ്കാളികളാകാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ടൊരു സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടിക്കാണും. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com